ഗവൺമെന്റിനെയും ഈ പാർട്ടിയെയും ഇല്ലായ്മ ചെയ്യാൻ പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ് എം.ആർ. അജിത് കുമാറിൻ്റെ ഒപ്പമുള്ള കേരളത്തിലെ പോലീസിലെ ഒരു വിഭാഗം. കേരളീയ സമൂഹത്തിൽ വാക്കിന് വിലയില്ലാത്തവനായി ഞാൻ, അല്ലേ? ഒരു തെളിവ് കിട്ടിയില്ല എന്നാണ് നിങ്ങളൊക്കെ എപ്പോഴും പറയുന്നത്. തെളിവുണ്ട്. ഒരു MLA നിയമസഭയിൽ ഉന്നയിച്ച അടിസ്ഥാനപരമായ ഒരു വിഷയം കോടതി പോലീസിന്റെ നിലപാട് എന്താണെന്ന് ചോദിക്കുമ്പോൾ പോലീസ് പറയാണ് MLA അതിലൊരു അടിസ്ഥാനമില്ല. ഈ പോലീസാണോ നീതി നടത്തുന്ന എം.ആർ. അജിത് കുമാർ? അദ്ദേഹം ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ആ ലെവലിലേക്ക് പോണെങ്കിൽ ദാവൂദ് ഇബ്രാഹിമിനെ പോലെയുള്ള അവരുടെ ജീവചരിത്രം പഠിച്ചവനെ സാധിക്കും. ഇത്രയും കള്ളത്തരങ്ങൾ നടക്കുന്നു. വിശ്വസിച്ചേൽപ്പിച്ചതാരാ? സഖാവ് പി ശശിയാണ്, അല്ലേ? അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ പരാജയമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിന് അറിവുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ പൊളിറ്റിക്സ് അനലൈസ് ചെയ്തിട്ട് ഈ ഗവൺമെന്റിന് എന്തെങ്കിലും പാകപ്പിഴകൾ ഉണ്ടെങ്കിൽ അതുകൂടി ഗവൺമെന്റിന്റെയും പാർട്ടിയുടെയും ശ്രദ്ധയിൽപ്പെടുത്താനാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി അപ്പോയിന്റ് ചെയ്യുന്നത്. അദ്ദേഹം ഇത് കൃത്യമായി അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കൊള്ള നടക്കുക. നമസ്കാരം, പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. PV അൻവർ പൊട്ടിച്ചത് ഒരു രാഷ്ട്രീയ ബോംബാണ്. ആഭ്യന്തര വകുപ്പിനെതിരെയാണ് ആരോപണം. എങ്കിലും വെളിപ്പെടുത്തൽ പ്രതിസന്ധിയിലാക്കുന്നത് മുഖ്യമന്ത്രിയെയാണ് എന്ന് വ്യക്തം. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടില്ല. ആഭ്യന്തര വകുപ്പ് വിശ്വസിച്ച് ഏൽപ്പിച്ച പി ശശി പരാജയപ്പെട്ടു എന്ന് തുറന്നടിക്കുന്നത് ഒരു ഭരണകക്ഷി MLA ആണ് എന്നോർക്കണം. പോലീസിലെ തലപ്പത്തുള്ള ഉന്നതനാണ് അൻവറിൻ്റെ യഥാർത്ഥ ടാർഗറ്റ്. ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള ADGP M.R. അജിത് കുമാർ. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് M.R. അജിത് കുമാർ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ട് എന്ന് ആരോപിക്കുന്നു MLA. M.R. അജിത് കുമാറിൻ്റെ റോൾ മോഡൽ ദാവൂദ് ഇബ്രാഹിമാണോ എന്ന് സംശയിച്ചു പോകുമെന്നും അൻവർ പറയുന്നു. പത്തനംതിട്ട SP സുജിത് ദാസിനെതിരെയും ആരോപണമുണ്ട്. കസ്റ്റംസിലുള്ള ബന്ധം കോഴിക്കോട്ട് വിമാനത്താവളത്തിൽ നിന്ന് സ്വർണം കടത്താൻ ഉപയോഗിക്കുന്നു എന്നാണ് ആക്ഷേപം. അങ്ങനെ രൂക്ഷമായ ആരോപണങ്ങളാണ് നിലമ്പൂർ MLA അഴിച്ചുവിടുന്നത്. ഉദ്യോഗസ്ഥർ ചെയ്യുന്ന കാര്യങ്ങളുടെ പഴി മുഖ്യമന്ത്രിക്കാണ്. 29 വകുപ്പുകളാണ് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്നത് എന്ന് അൻവർ പറയുന്നു. 4 ചായപ്പീടിക കൈകാര്യം ചെയ്യാൻ ഒരാൾക്ക് കഴിയുമോ എന്ന ചോദ്യം ആണ് അൻവർ മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ സത്യത്തിൽ മുഖ്യമന്ത്രി പരാജയമാണ് എന്ന് പറയാതെ പറയുകയല്ലേ PV അൻവർ. പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു അൻവറിൻ്റെ അമ്പ് ആർക്കുനേരെ. എന്നോടൊപ്പം ഈ ചർച്ചയിൽ അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ ചേരുന്നു. ഒപ്പം N. ശ്രീകുമാർ, കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നിരീക്ഷകനും, ആനന്ദ് കൊച്ചുകുടി, മാധ്യമപ്രവർത്തകൻ, അദ്ദേഹം കൊച്ചി സ്റ്റുഡിയോയിൽ നിന്ന് നമുക്കൊപ്പം ചേരും. PK നവാസ്, മുസ്ലിം ലീഗ് നേതാവാണ്. ഒപ്പം BG വിഷ്ണുവും ഈ ചർച്ചയിൽ നമുക്കൊപ്പം പങ്കെടുക്കും. ആദ്യം ശ്രീ അഡ്വക്കേറ്റ് ബൽദേവിലേക്ക്. ശ്രീ ബൽദേവ്, ഇവിടെ എന്താണ് വ്യക്തമാകുന്നത്? 29 വകുപ്പുകൾ കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ഒരാളാണ് മുഖ്യമന്ത്രി എന്നാണോ അൻവർ പറഞ്ഞു വയ്ക്കുന്നത്? ഈ ആക്ഷേപം ചെന്നെത്തുന്നത് മുഖ്യമന്ത്രിയുടെ കാൽച്ചുവട്ടിലല്ലേ? അൻവർ വിമർശിക്കുന്നത് മുഖ്യമന്ത്രിയെ തന്നെയല്ലേ? തീർച്ചയായിട്ടും രഞ്ജിത്ത് പറഞ്ഞ കാര്യം വളരെ കറക്റ്റാണ്. കാരണം PV അൻവറിന്റെ ആരോപണങ്ങളെല്ലാം ഹോം ഡിപ്പാർട്ട്മെന്റും അതിന്റെ അഡീഷണൽ DGPക്കും അത് കൈകാര്യം ചെയ്യുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി, പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറുമായ P. ശശിക്കെതിരെയാണ്. തീർച്ചയായിട്ടും അത് ഹോം ഡിപ്പാർട്ട്മെന്റും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അത് ഗൗരവത്തോട് കൊടുക്കേണ്ട കാര്യമാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ ചെറുതൊന്നുമല്ല, വലിയ ആരോപണങ്ങളാണ്. കൊലപാതകം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, എയർപോർട്ടിൽ നിന്ന് സ്വർണം കടത്തുന്നു, SP ഓഫീസിൽ നിന്ന് ചന്ദനത്തടി, മറ്റു തടികൾ മുറിച്ചുകൊണ്ട് പോകുന്നു, ഇവർ ചേർന്ന് ഒരു യൂട്യൂബറെ രക്ഷപ്പെടുത്താനായിട്ട് കോടിക്കണക്കിന് കൈക്കൂലി വാങ്ങിച്ചു. ഇതിലൊക്കെ ഉപരിയായിട്ട് ഏറ്റവും ഗുരുതരമായി ഞാൻ കണ്ട ഒരു ആരോപണം, ഒരു വ്യക്തിയെ 1 വർഷമായിട്ട് കോഴിക്കോട് നിന്ന് കാണാനില്ല. ആ കുട്ടിയുടെ സഹോദരിയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ കൊന്നു, ഈ കുട്ടിയെ കുറിച്ച് കാണാനില്ല. ഉച്ചയ്ക്ക് 2 മണിക്ക് PV അൻവറോട് പങ്കെടുത്ത ഒരു ചാനൽ ചർച്ചയിൽ ഞാനും ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞ 29 അല്ല 32 വകുപ്പുകളാണ്. വകുപ്പുകൾ അവിടെ നിൽക്കട്ടെ. എന്തായിരുന്നാലും അങ്ങേയറ്റം ഗൗരവത്തോടെ കാണേണ്ട ആരോപണങ്ങളാണിത്. കാരണം
ഇത് പ്രതിപക്ഷ MLA അല്ല, ഞങ്ങളുടെ മുന്നണിയിൽ തന്നെയുള്ള ഒരു MLA ആണ് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. അങ്ങേയറ്റം ഗൗരവത്തോടെ കാണുമെന്ന് മാത്രമല്ല, ഇത് ശക്തമായിട്ട് അന്വേഷിക്കുകയും കൂടി വേണം. അല്ല, അത് ഗൗരവത്തോടു കൂടി കണ്ടാൽ മാത്രം മതിയോ? അതൊരു ഉദ്യോഗസ്ഥന് നേരെയല്ല, മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് നേരെയാണ്. അവിടെ പി ശശി പരാജയപ്പെട്ടു എന്ന് പറയുന്നു. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനാണ് പി ശശി. മുഖ്യമന്ത്രി 29 വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ആൾക്ക് 4 ചായക്കട നടത്താൻ കഴിവില്ലാത്ത ആൾക്ക് തുല്യനാണ് എന്നല്ലേ അൻവർ പറഞ്ഞു വെക്കുന്നത്? അല്ല, അങ്ങനെ അൻവർ പറഞ്ഞില്ല. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ വന്നു നിൽക്കുന്നത് ഹോം ഡിപ്പാർട്ട്മെന്റിനെതിരെയാണ്. അതായത് പൊളിറ്റിക്കൽ സെക്രട്ടറിയും മുഖ്യമന്ത്രിയും എല്ലാം അതിനകത്ത് വിടും. പക്ഷെ ഇതിനകത്തൊരു കാര്യം, ഇതിനകത്ത് പറയുന്ന അഡീഷണൽ DGP MR രജിത്കുമാറിനെ കുറിച്ച് നേരത്തെ തന്നെ പല ആരോപണങ്ങളും അലിഗേഷൻസും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അഡീഷണൽ DGP ആയിട്ട് അദ്ദേഹം ലാൻഡ് ഓർഡറിന്റെ 2ാം സ്ഥാനത്തിരിക്കുന്ന ആളാണ് അഡീഷണൽ DGP. ആ ആരോപണങ്ങളെല്ലാം തന്നെ അന്വേഷിക്കണം. തീർച്ചയായിട്ടും ഇന്നലെ തന്നെ പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്, ഇതിനെക്കുറിച്ച് തീർച്ചയായിട്ടും അന്വേഷണം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനൊരു മറുവശം കൂടിയുണ്ട്. അതായത് ആരോപണം ഉന്നയിക്കപ്പെടുമ്പോൾ ഉന്നയിക്കുന്ന വ്യക്തിയെ ജനങ്ങൾ സംശയിക്കരുത്. ടീച്ചർ സംശയത്തിന് അതീതമായിരിക്കണം എന്ന് പറയുന്നത് പോലെ, ഞങ്ങളുടെ മുന്നണിയിലെ MLA തന്നെയാണെങ്കിലും ഈ ഇടതുപക്ഷ മുന്നണിയിലെ MLA-മാരിൽ ഏറ്റവും കൂടുതൽ ആരോപണ വിധേയനായിരിക്കുന്നതും ഇതേ അൻവർ തന്നെയാണ്. അദ്ദേഹത്തിന്റെ പേരുള്ള തീം പാർക്കായാലും എക്സസ് ലാൻഡ് അദ്ദേഹം പ്രൊസസ് ചെയ്തതിന് താലൂക്ക് ലാൻഡ് ബോർഡ് തന്നെ കണ്ടുപിടിക്കുകയും കോടതി വരെ അദ്ദേഹത്തിനെതിരെ പറയുകയും അങ്ങനെ നിരവധി ആരോപണങ്ങളും വന്നു നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ശ്രീ PV അൻവർ. അപ്പൊ ഇതെല്ലാം കൂടെ നമ്മൾ വെച്ച് കണക്കുകൂട്ടുമ്പോൾ ആരോപണങ്ങൾ ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു, ഞങ്ങൾക്ക് എല്ലാവർക്കും അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. ഈ ആരോപണങ്ങൾ ചെന്ന് നിൽക്കുന്നത് ഹോം ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. അപ്പൊ എന്താണ് അദ്ദേഹം ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ഇന്ന് വ്യക്തമായിട്ടില്ല. അദ്ദേഹം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്കുള്ള ചാനൽ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞത്, ഞാൻ സുപ്രീം കോടതി വരെ പോകും എന്നാണ്. മനോരമയിൽ അദ്ദേഹത്തിന്റെ ചാനൽ ചർച്ച ഞാൻ പങ്കെടുത്തതാണ്. സുപ്രീം കോടതി വരെ ഇതുമായിട്ട് പോകും എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്തോ ഒരു ഒളിയമ്പ് വളരെ ശക്തമായിട്ട് അദ്ദേഹത്തിന്റെ കൈകളിലുണ്ട്. എന്റെ കൈകളിൽ ചെറിയ രേഖകളുണ്ട്. ആ രേഖകളുമായിട്ട് വരട്ടെ, തീർച്ചയായിട്ടും അന്വേഷിക്കണം. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ N. ശ്രീകുമാർ, ഇത് സാധാരണ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് നേരെയുള്ള ഒരു ആരോപണം, കുറേ തെളിവുകളുണ്ട്, അത് അദ്ദേഹം നിരത്തുന്നു, ആ വസ്തുനിഷ്ഠമായി അത് നിരത്തുന്നു. ഒരു MLA എന്ന ജനപ്രതിനിധിയുടെ ഒരു ദൗത്യം അദ്ദേഹം നിർവഹിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഇത് സർക്കാരിനെ യാതൊരു തരത്തിലും പ്രതിസന്ധിയിലാക്കുന്നില്ലേ? ഇത്തരം ഒരു ആക്ഷേപം അദ്ദേഹം ഉന്നയിക്കുമ്പോൾ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പരാജയപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ അത് ഈ സർക്കാരിനെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിയാൻ പറ്റുമോ? അല്ല, ശ്രീ PV അൻവർ ഇന്ന് ഉന്നയിച്ച ആരോപണങ്ങൾ മുഴുവൻ, ഇന്നലെയും ഇന്നും ആയിട്ടൊക്കെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ മുഴുവൻ ഗവൺമെന്റിനെതിരാണ്, സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ അദ്ദേഹം CPM-ന്റെ നേരിട്ടുള്ള MLA അല്ലല്ലോ. അദ്ദേഹം ഒരു കക്ഷിരഹിത MLA വേണമെങ്കിൽ നമുക്ക് സാങ്കേതികമായിട്ട് പറയാം. CPM പിന്തുണയുള്ള സ്വതന്ത്ര MLA ആണ് അദ്ദേഹം. അപ്പൊ അതുകൊണ്ട് പാർട്ടിയുടെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് ശ്രീ അൻവർ പറയണം എന്നില്ല. പക്ഷെ അതുകൊണ്ട് ഒരു രസകരമായ വസ്തുത എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഇന്ന് പറഞ്ഞ കാര്യത്തിലൊക്കെ അദ്ദേഹം മുഖ്യമന്ത്രിയെ ചില സമയത്ത് തലോടുന്നുണ്ട്. അതായത് മുഖ്യമന്ത്രിയെ ഇങ്ങനെ എന്താ കൊലച്ചുതിക്ക് വിട്ടുകൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല, അതുപോലെ മുഖ്യമന്ത്രിയെ മോശപ്പെടുത്താൻ സമ്മതിക്കില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പറയുന്ന അൻവർ തന്നെ ഒരു ഘട്ടത്തിൽ പറയുന്നത്, പാർട്ടിയും മുഖ്യമന്ത്രിയും മറുപടി പറയേണ്ട ഘട്ടം എത്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പാർട്ടിയും മുഖ്യമന്ത്രിയും മറുപടി പറയേണ്ട ഘട്ടം എത്തി എന്ന് പറയുമ്പോൾ ഇത് അൻവറിന്റെ വ്യക്തിപരമായ എന്തെങ്കിലും, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായി നേരിട്ട എന്തെങ്കിലും അസ്വസ്ഥതയുടെ ഭാഗമായിട്ടുള്ളതായിട്ട് കണക്കാക്കാൻ പറ്റില്ല. കാരണം വ്യക്തിപരമായ കാര്യമാണെങ്കിൽ ഇപ്പൊ മരമുറി കേസോ അല്ല അദ്ദേഹത്തിന്റെ MLA എന്ന നിലയ്ക്കുള്ള മണ്ഡലത്തിലെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് മുഖ്യമന്ത്രിയും പാർട്ടിയും മറുപടി പറയേണ്ട ഘട്ടം എത്തി എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അത് ഗവൺമെന്റിനെതിരെ തന്നെയാണ്, സംശയം വേണ്ട. ഇതില് മുഖ്യമന്ത്രി ഞാൻ വിചാരിച്ചിരുന്ന മുഖ്യമന്ത്രി ഇതിലൊരു പ്രതികരണം നടത്തുന്നതായിരുന്നു. കാരണം ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ ആഭ്യന്തര വകുപ്പ് വളരെ ഗുരുതരമായ ഉത്കണ്ഠാജനകമായ ഒരു സ്ഥിതിവിശേഷത്തിൽ എത്തിയെന്നാണ് ശ്രീ അൻവർ പറഞ്ഞതിന്റെ അർത്ഥം. എന്ന് വെച്ചാൽ ക്രമസമാധാന ചുമതലയുള്ള ADGP-യെ കുറിച്ച് വളരെ ഉത്കണ്ഠാജനകമായ ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. കാരണം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മള് പറയുമെങ്കിലും ഒരു ഗവൺമെന്റ്, അതിൽ പൊതുജനങ്ങൾ ഇന്ന് സത്യത്തിൽ സ്തബ്ധരായിരിക്കുകയാണ്. കാരണം എന്തായി കേൾക്കുന്നത്, ഒരു ഭരണകക്ഷിയെ പിന്തുണയ്ക്കുന്ന ഒരു MLA പറയുകയാണ്, അതും CPM-നെ വല്ലാതെ പിന്തുണയ്ക്കുന്ന ഒരു സ്വതന്ത്ര MLA ആണ് ശ്രീ PV അൻവർ. അപ്പൊ അതില് അദ്ദേഹത്തിന് രാഷ്ട്രീയമുണ്ട്. മുഖ്യമന്ത്രിയായി നല്ല അടുപ്പമുള്ള ആളാണെന്നാണ് പൊതുവെ ധാരണ, അല്ലേ?
അല്ല, അത് മുഖ്യമന്ത്രി അടുപ്പമുള്ള ആളാണെന്നുള്ള ധാരണ മാത്രമല്ല, അത് അടുപ്പമുണ്ട്. പലപ്പോഴും ആ ധാരണ ശരിയാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം അൻവറിന് ഉണ്ടായിട്ടുള്ള ചില പിന്തുണകൾ, പാർട്ടി പല ഘട്ടത്തിൽ അദ്ദേഹത്തിന് നൽകുന്ന പിന്തുണ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. KT ജലീലിനും PV അൻവറിനും ഒക്കെ പാർട്ടി കൊടുത്തിട്ടുള്ള പിന്തുണ നമ്മൾ നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ പിന്തുണ അദ്ദേഹം ആസ്വദിച്ചിട്ടുണ്ട്. കാരണം നിയമസഭയിലെ VD സതീശനെതിരെ 150 കോടി രൂപയുടെ ആരോപണം ഉന്നയിച്ച കഥ അറിയാമല്ലോ. അപ്പൊ അതൊക്കെ അൻവറിന് പാർട്ടി പിന്തുണയൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോ അദ്ദേഹം പ്രതിക്കൂട്ടി നിർത്തിയിരിക്കുന്നത് സത്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയാണ്. മുഖ്യമന്ത്രി എന്ന പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും അദ്ദേഹം പറഞ്ഞത് 29 വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് ശശി ആശ്രയിക്കേണ്ടി വരുന്നതാണ്. അപ്പൊ എന്തിനാ 29 വകുപ്പ് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന എന്നൊരു ചോദ്യം വരികയാണ്. ഞാൻ ശ്രീകുമാറിലേക്ക് ഞാൻ തിരിച്ചു വരാം. ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ കൂടിയായ ശ്രീ ആനന്ദ് കൊച്ചുകുടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ആനന്ദ് കൊച്ചുകുടി, ഇന്നത്തെ ഈ അൻവറിൻ്റെ വാർത്താ സമ്മേളനം കേട്ട് ശ്രീ ആനന്ദ് കൊച്ചുകുടിക്ക് എന്ത് തോന്നി? ഇത് എന്താണ് അൻവർ ഉദ്ദേശിക്കുന്നത്? ആരാണ് അൻവറിൻ്റെ ടാർഗറ്റ്? അൻവർ പറയാതെ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെ? അദ്ദേഹം സർക്കാരിനെ സംരക്ഷിക്കാനാണോ ഈ നടപടിയൊക്കെ സ്വീകരിക്കുന്നത്? അതോ ഇനി അടുത്ത തെരഞ്ഞെടുപ്പിലേക്കുള്ള ക്യാമ്പയിനിൻ്റെ ആദ്യ തുടക്കമാണോ? എങ്ങനെയാണ് ശ്രീ ആനന്ദ് കൊച്ചുകുടി ഈ മുഴുവൻ വാർത്താ സമ്മേളനത്തെയും കാണുന്നത്? അല്ല, എനിക്ക് മനസ്സിലാകുന്നത് PV അൻവറിന് എന്തൊക്കെയോ അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടൽ പിഴച്ചതായിട്ട് തോന്നുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പോലീസ് ബന്ധങ്ങളും അജിത് കുമാറുമായിട്ടുള്ള ബന്ധങ്ങളും ഒക്കെ വെച്ച് അദ്ദേഹം ചില കേസുകളിൽ, പ്രത്യേകിച്ചും ഈ മറ്റേ മറുനാടൻ മലയാളി എന്ന ഓൺലൈൻ ചാനൽ, ആ ഒരു ചാനലിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കേസിൽ MR അജിത് കുമാർ രാജ്യദ്രോഹ കുറ്റം ആ കേസിൽ ഇടാനുള്ള അൻവറിൻ്റെ ഒരു ആജ്ഞ അത് അദ്ദേഹം നടപ്പാക്കിയില്ല, അല്ലെങ്കിൽ അത് അദ്ദേഹം ചെയ്തില്ല എന്നുള്ള ഒരു പോയിന്റിൽ അദ്ദേഹവും അജിത് കുമാറും തമ്മിൽ തെറ്റുന്നു എന്നാണ് ഒരു കാര്യം എനിക്ക് തോന്നുന്നത്. പിന്നെ അദ്ദേഹത്തിന് ഈ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ഈ സർക്കാരിൻ്റെ പല കേന്ദ്രങ്ങളുമായിട്ട് അദ്ദേഹം തെറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം തന്നെ സ്വയം പറഞ്ഞാൽ അതിനൊരു ക്രെഡിബിലിറ്റി ഉണ്ടാവില്ല, വിശ്വാസ്യത ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കിയാണ്. കാരണം അദ്ദേഹം ഈ വാ പോയ കോടാലി പോലെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ VD സതീഷിനെ കുറിച്ച് പറഞ്ഞത് മാത്രമല്ല, അദ്ദേഹം ഏതോ കാർമേഘവും ജപ്പാൻ മഴയോ അതുപോലെയുള്ള വിചിത്രമായ ഈ PC ജോർജിൻ്റെയൊക്കെ തരത്തിൽ പറയുന്ന ഒന്നിനും ഒരു വിശ്വാസ്യതയുമില്ലാതെ പല കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തിന് വിശ്വാസ്യത സ്വയം കളഞ്ഞു കുളിച്ച ഒരു MLA എന്ന ഒരു പദവിയുടെ പോലും ഒരു വിശ്വാസ്യത കളഞ്ഞു കുളിച്ച അദ്ദേഹം ഈ ശബ്ദരേഖകൾ പുറത്തുവിടുന്നത് എൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അത് അദ്ദേഹം പറയുന്ന പോയിന്റുകൾ ആൾക്കാർ വിശ്വസിക്കണം എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം പത്തനംതിട്ട SP-യുടെ ശബ്ദരേഖ പുറത്തുവിട്ട് അദ്ദേഹത്തെ കൊണ്ട് ചില കാര്യങ്ങൾ പറയിച്ച് ഈ കാര്യം, അതായത് ഈ MR അജിത് കുമാറാണ് കേരളത്തിൽ ലോ ആൻഡ് ഓർഡറിൻ്റെ ADGP എന്ന നിലയ്ക്ക് കേരളത്തിലെ ക്രമസമാധാനം മാത്രമല്ല കേരളത്തിലെ ഒരു സൂപ്പർ DGP എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് കാര്യങ്ങളെല്ലാം, അല്ലെങ്കിൽ അദ്ദേഹവും P ശശിയും മുഖ്യമന്ത്രിയും കൂടിയാണ്, ആ ത്രയമാണ് ഇവിടെ എല്ലാം തീരുമാനിക്കുന്നത് എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അത് പത്തനംതിട്ട SP-യെ കൊണ്ട് അത് പറയിക്കുക വഴി അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾക്ക് ക്രെഡിബിലിറ്റി കൂടുതൽ കിട്ടുക. എനിക്ക് തോന്നുന്നു ഈ അൻവറിന്റെ ഉദ്ദേശം ഇപ്പോൾ ഞാൻ ശ്രീ ആനന്ദ് കൊച്ചുകുടിയിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ നമ്മളോടൊപ്പം ശ്രീ നവാസ് ചേരുന്നുണ്ട്. PK നവാസ്, മുസ്ലിം ലീഗ് നേതാവ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ നവാസ്, ഈ അൻവർ പാർട്ടി വിടും എന്ന സൂചനകൾ ഉണ്ടോ? അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും ലീഗ് പറയുന്നു നേരത്തെ ഞങ്ങൾ ഉന്നയിച്ച കാര്യമാണ് അൻവർ ഇപ്പോൾ ഉന്നയിക്കുന്നത് എന്ന്. അത് എന്തിൻ്റെ ഒരു സൂചനയാണ്? ലീഗ് പറയുന്ന കാര്യം ഇപ്പോൾ ഈ അൻവർ ഏറ്റുപറയേണ്ട കാര്യം എന്താണെന്നാണ് മനസ്സിലാക്കേണ്ടത്? ലീഗ് പറയുന്ന കാര്യം അൻവർ ഏറ്റു പറയുന്നോ ഇല്ലയോ എന്നുള്ളതല്ല. ഞങ്ങൾ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ 2023 ഓഗസ്റ്റ് മാസത്തിൽ ഈ പറഞ്ഞ വസ്തുതകളൊക്കെ വെച്ച് പരാതി നൽകുകയും മാധ്യമങ്ങളോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തതാണ്. നിങ്ങളുടെ അന്വേഷണത്തിലേക്ക് ചേർന്നു. എന്തിനാണ് പോലീസ് സൂപ്രണ്ടിനെ കുറിച്ച് ഇത്തരമൊരു അന്വേഷണം ഞങ്ങൾക്ക് നടത്തേണ്ടി വന്നത്? അദ്ദേഹത്തിന്റെ ശൈലിയാണ്, ഇടപെടലാണ്. മലപ്പുറം ജില്ലയിൽ അദ്ദേഹത്തിന്റെ പോലീസിനകത്തുണ്ടാക്കിയിട്ടുള്ള ഒരു നെക്സസ് ചെയ്തിട്ടുള്ള ഇടപെടലുകളിൽ ഞങ്ങളുടെ സംശയങ്ങളാണ്
അത്തരം അന്വേഷണങ്ങൾ ഞങ്ങളെ ചെന്നെത്തിച്ചത്. ഞങ്ങൾ അന്വേഷണത്തിന്റെ ഭാഗമായി ഇപ്പൊ പുറത്തു വന്നില്ല മുഴുവൻ വസ്തുതകളും ഒന്നുപോലും മാറ്റി നിർത്താതെ ADGPയുടെ പേര് പറഞ്ഞില്ല, അങ്ങോട്ട് ബന്ധപ്പെട്ടില്ല എന്നത് മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാ കാര്യങ്ങളും മുസ്ലിം ലീഗ് പാർട്ടി നേരത്തെ തന്നെ കഴിഞ്ഞ 2023 ഓഗസ്റ്റ് മാസത്തിൽ ഞങ്ങൾ പറഞ്ഞതാണ്. അപ്പൊ ഞങ്ങൾ ഇത് പറയാൻ പ്രേരിപ്പിച്ചൊരു ഘടകം ഇദ്ദേഹത്തിന്റെ ഇടപെടൽ, ഇദ്ദേഹത്തിന്റെ ശൈലി, ഇദ്ദേഹത്തിന്റെ പോലീസിംഗിലുള്ള ക്രൂരമായ മർദ്ദനങ്ങൾ, ഇതാണ് ഞങ്ങൾ അന്വേഷിക്കാൻ പ്രേരിപ്പിച്ചത്. ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീ PV അൻവർ MLA വ്യക്തിപരമായി ഏതെല്ലാം തരത്തിൽ ഇടപെടുന്നുവെന്നോ, വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ ഇടപെടലുകളോട് വിയോജിപ്പുള്ള പാർട്ടി തന്നെയാണ് മുസ്ലിം ലീഗ് പാർട്ടി, വ്യക്തിപരമായി ഞാനും. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് എത്തിപ്പെടേണ്ടി വന്നിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഭരണകക്ഷിയുടെ ഒരു MLAക്ക് പോലും ജില്ലക്കകത്ത പോലീസ് സംവിധാനത്തിനകത്ത് ന്യായമായ ഒരു അവകാശം അല്ലെങ്കിൽ ന്യായമായി ലഭ്യമാകേണ്ട സേവനങ്ങൾ ലഭ്യമാകാതെ വരുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് തുറന്നു പറയേണ്ടി വരികയാണ്. ഇനി അൻവർ MLA അത് പറഞ്ഞു, അതുകൊണ്ട് അൻവറിന്റെ കഴിഞ്ഞ കാലത്തെ ക്രെഡിബിലിറ്റി എന്തായിരുന്നു എന്നതല്ലല്ലോ പ്രശ്നം. പറഞ്ഞ വിഷയത്തിന്റെ മെറിറ്റല്ലേ പരിശോധിക്കേണ്ടത്. താമിർ ജിഫ്രി കൊലപാതക കേസിൽ ഇദ്ദേഹം അന്നത്തെ മഞ്ചേരിയിൽ ഈ പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്ന ഡോക്ടറെ നേരിട്ട് കണ്ടു എന്ന് ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞതാണ്. ഡോക്ടറെ നേരിട്ട് കണ്ടു എന്ന് ഞങ്ങൾ ആരോപിച്ചതാണ്. അതിന് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ്. ആര് പരിശോധിക്കണം? ഈ പറഞ്ഞ SP-യുടെ കീഴിലുള്ള പോലീസ് അത് പരിശോധിക്കുമോ? ഇനി അത് കഴിഞ്ഞിട്ട് അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ സ്വർണം ഒക്കെ തട്ടിയെടുക്കുന്നതിലും അത് വീതം വെക്കുന്നതിലും ഒക്കെ ഇങ്ങനെ വലിയ ഉന്നതതരം ബന്ധങ്ങൾ ഉണ്ടെന്നുള്ള ഒരു ആരോപണം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അതങ്ങനെ മുസ്ലിം ലീഗും അങ്ങനെ കരുതുന്നുണ്ടോ? ഈ ADGPയുടെ നേതൃത്വത്തിലാണ് ഈ സ്വർണം വരുന്ന കാര്യങ്ങൾ തിരിച്ചറിയുന്നതും പിന്നെ തട്ടിക്കൊണ്ടുപോകുന്നതും ഒക്കെ എന്നങ്ങനെ മുസ്ലിം ലീഗ് കരുതുന്നുണ്ടോ? നോക്കൂ, ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞിരുന്നല്ലോ, നിങ്ങൾക്കത് നിങ്ങളുടെ ലൈബ്രറി എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് അറിയാം. 2023 ഈ പ്രശ്നം ഉയർന്നു വരുമ്പോൾ ഞങ്ങൾ ഏറ്റവും പ്രധാനമായി ഉയർത്തി കാണിച്ച പ്രശ്നങ്ങൾ ഒന്ന്, കരിപ്പൂർ എയർപോർട്ടുമായി ബന്ധപ്പെട്ട് വ്യാപകമായി സ്വർണം പിടിക്കുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കി അദ്ദേഹം. വ്യാപകമായി സ്വർണം പിടിക്കുന്നത് പ്രതീതി ഉണ്ടാക്കി. ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചു. നോക്കൂ, ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു ASI ഇപ്പൊ സസ്പെൻഷനിലുണ്ട്. എന്താ അതിന്റെ കാരണം? ഈ സ്വർണ്ണ പിടിക്കലുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ രൂപത്തിലേക്ക് അനുകൂലിച്ച് നിൽക്കാത്തതിന്റെ പേരിൽ ആ കേസിൽ പ്രതിയാക്കി സത്യസന്ധനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. അതേ സസ്പെൻഷനിലാണ്. ആ സമയം മുതൽ ഞങ്ങൾ പറയുന്നുണ്ട് ഈ സ്വർണ്ണ പിടിക്കൽ എന്ന് പറയുന്ന ഒരു പദ്ധതി അദ്ദേഹത്തിന്റെ വരുമാന മാർഗമാണ് എന്ന് മുസ്ലിം ലീഗ് പാർട്ടി ആദ്യമേ പറഞ്ഞതാണ്. നോക്കൂ, നിങ്ങൾ അന്ന് ആ ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളുണ്ട്. ഞങ്ങൾ നടത്തിയിട്ടുള്ള പത്രസമ്മേളനത്തോട് അദ്ദേഹത്തിന്റെ കൗണ്ടർ പ്രതികരണമുണ്ട്. അദ്ദേഹം അന്ന് പറഞ്ഞെന്താണെന്നറിയോ? ഞാൻ വ്യാപകമായി സ്വർണം പിടിക്കുന്നു മലപ്പുറത്ത്, വ്യാപകമായി പിന്നെ ഇത്തരത്തിൽ ലഹരി പദാർത്ഥങ്ങൾ പിടിക്കുന്നു, ഇതിൽ ഒരു രാഷ്ട്രീയ പാർട്ടി അസ്വസ്ഥരാണ്, ഞങ്ങളെ കുറിച്ച് പറഞ്ഞതാണ്. ഇപ്പോൾ ഞങ്ങളല്ലല്ലോ ഈ വിഷയത്തെ രണ്ടാമത് ഉയർത്തി കാണിച്ചത്. അല്ല, ഞാനും പലപ്പോഴും ഈ കണ്ണൂരും കോഴിക്കോടും ഒക്കെ ജോലി ചെയ്യുമ്പോൾ അത്ഭുതപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ കസ്റ്റംസിന്റെ കണ്ണ് വെട്ടിച്ച് സ്വർണം പുറത്തേക്ക് വരുന്നു, പിന്നെ അത് പോലീസ് പിടിക്കുന്നു എന്നൊക്കെ. അന്ന് പിന്നീടാണ് അത് മനസ്സിലായത് ഇത് പുറത്തുള്ളൊരു കളിയാണ്. അതിൻ്റെ അകത്താകുമ്പോൾ ഈ സാധനത്തിനൊക്കെ ഒരു കണക്ക് വരും, പുറത്താകുമ്പോൾ ഇത് വളരെ സുഖമായി പങ്കുവെച്ചെടുക്കാമെന്ന്. ഏതായാലും ഞാൻ നവാസിലേക്ക് തിരിച്ചു വരാം. എന്നോടൊപ്പം ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തോട്ടെ. നമ്മൾ സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാക്കേണ്ടത് എയർപോർട്ടിനകത്ത് സകല സംവിധാനങ്ങളും ഉണ്ടായിട്ടും കസ്റ്റംസിന് പിടിക്കാൻ കഴിയാത്ത ഒരു സ്വർണ്ണങ്ങൾ എങ്ങനെയാണ് റോഡിനകത്ത് ഒരു ജീപ്പിൽ ഇരുന്നു കൊണ്ട് ഈ CIക്കും ഈ പറയുന്ന SP-ക്കും സംഘത്തിന് പിടിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം തീരുമാനിക്കുന്ന വ്യക്തികൾക്ക് പിടിക്കാൻ വേണ്ടി കഴിയുന്നത്? ഇത് അത്ഭുതമാണ്. എയർപോർട്ടിനകത്ത് സകല സംവിധാനങ്ങൾ ഉണ്ടായിട്ടും അവിടുന്ന് പിടിക്കാൻ കഴിയാതിരിക്കുകയും എന്നാൽ റോഡിൽ ഇരുന്നു കൊണ്ട്, ഏത് റോഡിൽ? എയർപോർട്ട് റോഡിൽ വെച്ചാണ് പിടിക്കുക. കരിപ്പൂർ സ്റ്റേഷൻ പരിധിയിലാണ് ഈ കേസും രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. ഒരു 100 മീറ്റർ അപ്പുറത്തേക്ക് പോയാൽ കൊണ്ടോട്ടി സ്റ്റേഷൻ പരിധിയാണ്, അവിടേക്ക് ഇത് പോകുന്നില്ല. എന്ന് വെച്ചാൽ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി കിലോമീറ്റർ കടക്കുന്നതിന് മുൻപ്, 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ കടക്കുന്നതിന് മുൻപ് സാഹസികമായി SP പിടിക്കപ്പെടുന്നു. ഇതൊരു വല്ലാത്ത വാർത്തയാണ്. ഞാൻ പറഞ്ഞു ഇതൊക്കെ ആസൂത്രിതമായി ഉണ്ടാക്കിയതാണെന്ന് ഞങ്ങൾ നിരന്തരം പറഞ്ഞപ്പോ പ്രതിപക്ഷം എന്ന് പറഞ്ഞ്, പ്രതിപക്ഷത്തിന്റെ ആരോപണം എന്ന് പറഞ്ഞ് ഞങ്ങൾ അവഗണിക്കുകയാണ് അന്ന് ഇന്നത്തെ PV അൻവർ MLA ഉൾപ്പെടെയുള്ള ഭരണപക്ഷ MLA-മാർ ചെയ്തത്. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. വിഷ്ണു കൂടി എന്നോടൊപ്പം ചേർന്നുണ്ട്. ശ്രീ വിഷ്ണു, ഈ പൂരം കലക്കിയത് BJPക്ക് വേണ്ടിയാണ് എന്നാണ് അൻവറിൻ്റെ ഒരു ആക്ഷേപം. അത് പിന്നെ തൃശ്ശൂരിൽ BJPക്ക് ജയിക്കാൻ വേണ്ടി നടത്തിയ ഒരു നീക്കമാണ്. അപ്പോൾ ഈ ബന്ധത്തിൽ BJPയും ഉണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആരോപണം. അതിൽ എത്രമാത്രം വാസ്തവമുണ്ട്? PV അൻവറുടെ ആരോപണം ചൂണ്ടിക്കാണിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ്. BJP വളരെ വ്യക്തമായി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, കേരളത്തിൽ നടക്കുന്ന സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ ഓഫീസിനും കൃത്യമായ പങ്കുണ്ട് എന്നുള്ള കാര്യം.
ഇടതുപക്ഷം എത്രയോ വട്ടം നിഷേധിച്ചാണ്. ഇപ്പോൾ CPM-ന്റെ ഇടതുപക്ഷത്തിൻ്റെ MLA തന്നെ പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുകയാണ്, ഇവിടെ ഒരു വലിയൊരു അധോലോക സംഘമുണ്ട്, ഇതിന് നേതൃത്വം നൽകുന്നത് ADGP MR അജിത് കുമാറാണ്, അദ്ദേഹം മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനാണ്, അദ്ദേഹം കൊട്ടേഷൻ സംഘങ്ങൾ. നിങ്ങൾ അതെല്ലാം വിശ്വസിക്കുന്നു, അത് നിങ്ങൾക്ക് വേണ്ടി പൂരം കലക്കിയ കാര്യം മാത്രം നിങ്ങൾ അല്ല, അതല്ല, അദ്ദേഹം അതിന് എന്ത് അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ള ഒരു കാര്യം പറഞ്ഞത്? കാരണം പറയുമ്പോൾ അദ്ദേഹം ഇപ്പോൾ CPM-ന്റെ MLA ഇടതുപക്ഷത്തിൻ്റെ MLA ആയിരുന്നുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പ്രതിക്കൂട്ടി നിർത്തുന്ന വലിയ വിവാദമാണ് അദ്ദേഹം പറഞ്ഞത്. ഫോൺ ചോർത്തുന്നു എന്നൊക്കെ അദ്ദേഹം തന്നെ ചോർത്തുന്നു. ഭരണഘടനാപരമായി 22-ാം അനുച്ഛേദം അനുസരിച്ച് ഒരു പൗരന്റെ ഏറ്റവും വലിയ അവകാശമായ സ്വകാര്യതയെ പോലും ലംഘിച്ചുകൊണ്ട് ഫോൺ ചേർത്തുന്നുവെന്ന് ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരു MLA പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുകയാണ്. അദ്ദേഹവും ഫോൺ ചോർത്തി, മുഖ്യമന്ത്രിയുടെ ഓഫീസും മന്ത്രിമാരുടെയും മറ്റ് നേതാക്കന്മാരുടെയും എല്ലാം ഫോൺ ചോർത്തി. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിലൊരു ഫോൺ ചോർത്തൽ നടത്തുമെങ്കിൽ എന്ത് നിലപാടാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് സ്വീകരിക്കുന്നത്? പെഗാസസ് വിഷയമടക്കം ഉണ്ടായപ്പോൾ സുപ്രീം കോടതിയിലേക്ക് പോയത് ഇടതുപക്ഷത്തിൻ്റെ MLA ആണ്. സ്വകാര്യതയെ ലംഘിക്കുന്നു, BJP ഫോൺ ചോർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ എവിടെ പോയി ഇടതുപക്ഷത്തിൻ്റെ MP ആയിരുന്ന ജോൺ ബ്രിട്ടാസ്? അദ്ദേഹത്തിന് മറുപടിയില്ലേ? ഇടതുപക്ഷം എന്തെയ്യുന്ന ഈ സമയം വരെ പ്രതികരിക്കാതിരുന്നത്? അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾ തെറ്റായിരുന്നെങ്കിൽ കൃത്യമായി മറുപടി പറയാൻ CPM-ഉം മുഖ്യമന്ത്രിയും തയ്യാറാവണമായിരുന്നു. അപ്പോൾ ഇതെല്ലാം ശരിയാണെന്ന് സമ്മതിക്കുക തന്നെയാണ് ഈ നിമിഷം പോലും പ്രതികരണം തരാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇതൊക്കെ കള്ളമാണെന്ന് പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ PV അൻവർ പുറത്തുവിടും എന്നുള്ള ഭയം കൊണ്ട് തന്നെയാണ് CPM മൗനത്തിലായിരിക്കുന്ന കാര്യത്തിൽ എന്നൊരു സംശയവുമില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അധോലോക സംഘങ്ങളും സ്വർണ്ണക്കള്ളക്കടത്ത് സംഘങ്ങളും ഉണ്ടെന്ന് നേരത്തെ തന്നെ ശക്തമായ ആരോപണമുണ്ട്. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി കേരളത്തിൽ മുഖ്യമന്ത്രി അവിടെ ഇരുത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ മൗന അനുവാദത്തോടെ ഇത്തരത്തിലുള്ള സംഘങ്ങൾക്ക് പ്രവർത്തിക്കാനും കാര്യങ്ങൾ ചെയ്യാനുമായുള്ള എല്ലാ സഹായവും വഴിവിട്ട സഹായവും ചെയ്യുന്നു എന്നുള്ള കാര്യവും കൂടി ഇപ്പോൾ ഭരണകക്ഷി MLA തന്നെ പുറത്തുവിട്ടിരിക്കുക. അഡ്വക്കേറ്റ് ബൽദേവ്, ഈ മുഖ്യമന്ത്രിയുടെ മൗനം മൗനാനുവാദമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഇപ്പോൾ പുറത്തു വരുമ്പോൾ, അത് ഭരണകക്ഷിയുടെ ഒരു MLA തന്നെ ഇത് പറയുമ്പോൾ, മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഉടൻ പ്രതികരിക്കും എന്ന് കരുതേണ്ടതുണ്ടോ? അതോ ഇത് ലാഘവത്തോടെ എടുക്കും എന്നാണോ വിചാരിക്കേണ്ടത്? എങ്ങനെയാണ് അതിനെ സാമാന്യ ജനം നോക്കിക്കാണേണ്ടത്? അല്ല, ഇതിനകത്ത് ഇദ്ദേഹത്തിന്റെ ചോദ്യവും BJP പ്രതിനിധിയുടെ മറുപടി എനിക്ക് രസം വന്നു. കാര്യം ഇദ്ദേഹം ചോദിച്ചത് പൂരം കലക്കിയതുമായി BJP-ക്കും MR അജിത് കുമാറിനും ബന്ധമുണ്ടോ എന്നാണ് ചോദിച്ചത്. അതിന് സ്വർണ്ണക്കടത്തുമായി ബന്ധം തുടക്കത്തിലും അവസാനവും പറഞ്ഞതാണ്. അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിച്ചിട്ട് ഞാൻ ഇദ്ദേഹത്തിന്റെ ചോദ്യത്തിലേക്ക് ഞാൻ ആ മറുപടി പറയാം. ഇടയ്ക്കിടപെടുകയാണ്. അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു പറയട്ടെ, ഒരു സെക്കൻഡ്, ഞാൻ ഒരു നിമിഷം താങ്കളിൽ നിന്ന് സമയം എടുക്കുന്നു. അത്തരത്തിൽ പൂരവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ആരോപണത്തിൽ കഴമ്പുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിക്കൂ. കേരളം ഭരിക്കുന്നത് ഞങ്ങളല്ലല്ലോ, CPM ആണ്, മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈയാളുന്നത്. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണം ഉണ്ടെങ്കിൽ അന്വേഷിക്കുന്നേ. ഞങ്ങൾക്ക് യാതൊരു തെല്ലും ഭയവുമില്ല. അത്തരത്തിൽ മുഖ്യമന്ത്രിയോ CPM-ഓ അത്തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനം നടത്തിയാൽ അതിന് കൃത്യമായ മറുപടി BJP-യും കൃത്യമായി നൽകും. ആഭ്യന്തര വകുപ്പിന് ഏത് തരത്തിലുള്ള അന്വേഷണവും നടത്താം. അത് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾക്ക് യാതൊരു ഭയവുമില്ല. ഞാൻ പറഞ്ഞോട്ടെ വിഷ്ണു, ഞാൻ പറഞ്ഞു. അപ്പം എനിക്ക് വിഷ്ണുനോട് ചോദിക്കാനുള്ള ഒരു കാര്യം വരും. ഈ സ്വർണ്ണ കള്ളക്കടത്ത് എന്ന് പറഞ്ഞ് ഇവിടുന്ന് വരുന്നത് വിദേശത്തുനിന്ന് വരും, എയർപോർട്ട് വഴി വരും, എയർപോർട്ട് പ്ലെയിനിൽ വരുന്നു, എയർപോർട്ടിൽ ഇറങ്ങുന്നു, കസ്റ്റംസ് പരിശോധിക്കും. ഇതൊക്കെ വിഷ്ണുവിന്റെ കേന്ദ്രം ഭരിക്കുന്ന BJP-യുടെ കീഴിൽ വരുന്ന വകുപ്പല്ലേ? അപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പങ്കുണ്ടെങ്കിൽ അതിന്റെ വിഹിതം കസ്റ്റംസും എയർപോർട്ടും അതിനെ നിയന്ത്രിക്കുന്ന കേന്ദ്ര ഡിപ്പാർട്ട്മെന്റുകളും വാങ്ങിക്കുന്നുണ്ട്. അത് വിഷ്ണു സമ്മതിക്കേണ്ടി വരും. അല്ലാതെ സ്വർണ്ണം എയർപോർട്ടിൽ നിന്ന്, ഇവിടെ മുമ്പ് സംസാരിച്ചാലും പറഞ്ഞല്ലോ, എയർപോർട്ടിൽ നിന്ന് എങ്ങനെ സ്വർണം പുറത്തു വരുന്നത്? എയർപോർട്ടിൽ കൊണ്ടുവരുന്ന ബാഗ് സ്കാൻ ചെയ്തവരെ അറിയാം, വയറ്റിൽ കിടന്നാൽ വരെ അത് കണ്ടുപിടിക്കും. ആ രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും എയർപോർട്ടിൽ ഉണ്ടായിരിക്കുമ്പോൾ ആ എയർപോർട്ടിൽ നിന്ന് കസ്റ്റംസുകാരെയും എയർപോർട്ടിനെയും ഇന്ത്യൻ എംബസി വിദേശത്തു നിന്നുള്ള എല്ലാത്തിനെയും വെട്ടിച്ച് സ്വർണം വരുന്നെങ്കിൽ BJP-യുടെ കേന്ദ്ര നേതൃത്വം അറിയുന്നു, പങ്ക് നിങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. അവിടെ നിൽക്കട്ടെ, ഇത് ഞാൻ അടുത്തേക്ക് വരാം. ഒരു കാര്യം വളരെ കറക്റ്റാണ്. എന്താണെന്നറിയോ, ഈ PV അൻവറിന്റെ ഈ ആരോപണങ്ങൾ എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റിന്റെ നിലനിൽപ്പിനെ പോലും ബാധിക്കുന്നതാണ്. പല ഗവൺമെന്റുകളെയും മറിച്ചിട്ടുള്ളത് പല ഉദ്യോഗസ്ഥർ ചില സമയത്ത് ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ വെച്ച് ഓരോന്ന് ചെയ്യും. ആ രാഷ്ട്രീയ താല്പര്യങ്ങൾ വെച്ച് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് ഗവൺമെന്റിനെതിരെ വരും. അതിന് ഞാൻ തുടക്കത്തിലെ പറഞ്ഞല്ലേ. പിന്നെ ഇവിടെ PV അൻവർ ഇന്ന് ഉച്ചയ്ക്ക് ഇതിന് ശേഷമുള്ള ചർച്ചയിൽ പറഞ്ഞ എന്താ, ഞാൻ എന്റെ പിതാവിന്റെ സ്ഥാനത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണുന്നു,
അദ്ദേഹത്തെ തകർക്കാൻ ഞാൻ അനുവദിക്കില്ല. അദ്ദേഹത്തെ തകർക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരു ഗൂഢാലോചന നടക്കുന്നത് പറഞ്ഞു. എനിക്ക് പറയാനുള്ളത് തന്നെയാണ്. ഇദ്ദേഹം പറഞ്ഞതിനകത്ത് 2 കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്ന്, അദ്ദേഹം പറഞ്ഞതിലെ വിശ്വാസ്യത നമ്മൾ എടുക്കണം. അങ്ങനെ വിശ്വാസ്യത എടുക്കുമ്പോൾ പൊതുജനം അത് എടുക്കുക എന്നുള്ളതാണ്. കോടതി പോലും പറയുന്നുണ്ടല്ലോ, എവിഡൻസ് ആക്ട് 156 എന്താ പറയുന്നത്? റിലയബിലിറ്റി ആൻഡ് ക്രെഡിബിലിറ്റി. ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ അത് നിയമപരമായ സാധു, അയാൾ റിലയബിൾ ആണോ, ക്രെഡിബിൾ ആണോ? ഇവിടെ അൻവറിന്റെ ക്രെഡിബിലിറ്റിയെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നു. കാര്യം അൻവറിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആരോപണ വിധേയനായ ഒരു MLA ആണ്. അപ്പോൾ അദ്ദേഹം ഇത് പറഞ്ഞതിന്റെ പിന്നിൽ അദ്ദേഹത്തിന് മറ്റെന്തോ ഒരു ടാർഗറ്റ് ഉണ്ട്. തീർച്ചയായിട്ടും ഹോം ഡിപ്പാർട്ട്മെന്റിനെയും പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയെയും ചേർത്തുകൊണ്ട് പറയണമെന്നുണ്ടെങ്കിൽ PV അൻവറിന്റെ മനസ്സിൽ എന്തോ ഉണ്ട്. അതാണ് അദ്ദേഹം പറഞ്ഞത്, എന്റെ ഈ തെളിവുകളുണ്ട്, ഞാൻ സുപ്രീം കോടതി വരെ പോകും എന്നാണ് അദ്ദേഹം 2ാമത് അഭിമുഖത്തിൽ പറഞ്ഞത്. അപ്പൊ തീർച്ചയായിട്ടും ഇതിനകത്ത് അതിലൊക്കെ ഉപരിയായിട്ട് അൻവർ കമ്മ്യൂണിസ്റ്റുകാരനോ പാർട്ടിക്കാരനോ അല്ല, ഞങ്ങൾ പിന്തുണ കൊടുക്കുന്ന ഒരു MLA ആണ്. അദ്ദേഹത്തിന് ഞങ്ങളുടെ ഇടതുപക്ഷ മുന്നണിയുടെ ചട്ടക്കൂടിൽ നിൽക്കണമെന്നില്ല. ആ ചട്ടക്കൂടിൽ നിന്ന് എപ്പോ വേണമെങ്കിലും പുറത്തു പോകാം. അദ്ദേഹത്തിന് പുറത്താക്കാനോ അകത്താക്കാനോ ഒന്നും ഇടതുപക്ഷ മുന്നണിക്കോ CPM-നോ അധികാരമില്ല. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അഭിപ്രായം പറയുമ്പോൾ അതിന്റെ യാഥാർത്ഥ്യം എന്താണ് അത് നിങ്ങൾക്കും അന്വേഷിക്കാം. പത്രമാധ്യമങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ബാധ്യതയുണ്ടല്ലോ. നിങ്ങൾക്കും നിങ്ങളായിട്ട് അന്വേഷണം നടത്താം. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരും. ശ്രീ N. ശ്രീകുമാർ, ഇവിടെ ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ തുടക്കം വരുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു അഴിമതി ആരോപണം ഉന്നയിക്കുന്നു നിയമസഭയിൽ. 150 കോടി രൂപയുടെ കേരയിൽ പദ്ധതിയാണ് അദ്ദേഹം ഉന്നയിച്ചത് എന്ന് എല്ലാവർക്കും അറിയാം. കേരയിൽ അട്ടിമറിക്കാൻ പ്രതിപക്ഷ നേതാവ് 150 കോടി രൂപ കൈപ്പറ്റി എന്ന ഒരാരോപണം അദ്ദേഹം അന്ന് നിയമസഭയിൽ ഉന്നയിച്ചിരുന്നു. അത് അന്വേഷിക്കാൻ വിജിലൻസിനെ സമീപിച്ചിരുന്നു. ഒരു കവടിയാർ സ്വദേശിയായ ഹഫീസാണ് സമീപിച്ചത് എന്ന് പറയുമ്പോൾ ആ കേസ് ഏതാണെന്ന് വ്യക്തമായി. ഏതായാലും ആ ഇടപാടിൽ അതിലൊരു തെളിവുമില്ല എന്ന് പറഞ്ഞ് അജിത് കുമാർ എഴുതി തള്ളുകയാണ് ചെയ്തത് എന്നാണ് ആരോപണം. അപ്പോൾ ഇത് ഈ സംഭവത്തിൽ കോൺഗ്രസിന് അങ്ങനെ കൈകഴുകാൻ പറ്റില്ല കേട്ടോ. നിങ്ങളും കൂടി ഇതിന്റെ ഭാഗമാക്കാണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അല്ല, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നിയമസഭയിൽ ഒരു ആരോപണം ഉന്നയിച്ചു, ആ ആരോപണം തെറ്റാണെന്ന് മനസ്സിലായി. അത് പിന്നെ ആരും CPM പോലും ഏറ്റെടുത്തില്ല. CPM ആ ആരോപണം CPM പുറത്ത് ഏറ്റെടുത്തില്ല. അത് ആദ്യം മനസ്സിലാക്കുക. CPM അത് അപ്പഴേ തള്ളിക്കളഞ്ഞു. അവരാരും തന്നെ പ്രതികരിക്കാനൊന്നും പോലീസ് അന്വേഷിച്ച് ഇങ്ങനെ റിപ്പോർട്ട് കൊടുത്തു, ഇതിൽ തെറ്റൊന്നും ഇല്ല എന്ന് വിജിലൻസ്. അല്ല, CPM പിന്നെ അത് കാര്യമായിട്ട് ഉന്നയിച്ചില്ല. സതീശനെതിരെ ഇത്രയും വലിയൊരു ആരോപണം ഉന്നയിച്ചിട്ട് CPM എന്തുകൊണ്ട് ഏറ്റെടുത്തില്ല? അവർ ഏറ്റെടുത്തിട്ടില്ല. മുഖ്യമന്ത്രി പോലും പറഞ്ഞിട്ടുള്ളത്, നിയമസഭയിലെ പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത മുഖ്യമന്ത്രി പറഞ്ഞില്ലല്ലോ ആ ആരോപണം ശരിയാണെന്ന്. അപ്പൊ അത് പോയി. അതൊന്നും ഇവിടെ പ്രസക്തമല്ല. അതായത് ഇതിനിപ്പോ പ്രശ്നം എന്താ വെച്ചാല്, ശ്രീ അൻവറിന്റെ മനസ്സിലിപ്പോ എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. പക്ഷെ അദ്ദേഹം ഇന്ന് ഉന്നയിച്ചത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ വളരെ അപൂർവപ്പെട്ട ഒരു സംഭവമാണ്. ഒന്നിലേക്ക് ഒന്ന് ആദ്യത്തേതാണെന്ന് പറയാം. കാരണം എന്താ വെച്ചാല്, ഇവിടെ ക്രമസമാധാന ചുമതലയുള്ള ADGP എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ വകുപ്പാണ്. അപ്പൊ മുഖ്യമന്ത്രിക്കെതിരെയാണ് ആക്ഷേപം, സംശയം വേണ്ട. അപ്പൊ പാർട്ടിയുടെ CPM-ന്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ഇന്ന് നാളെയൊക്കെ ആയിട്ട് തുടങ്ങാൻ പോവുകയാണ്. ഈ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങുമ്പോൾ CPM-നെ പിന്തുണയ്ക്കുന്ന, പ്രത്യേകിച്ച് ഭരണകക്ഷി ദുർബലമായ മലപ്പുറത്ത് നിന്നുള്ള CPM-ന്റെ പിന്തുണയുള്ള MLA ഇത്ര ഒരു ആരോപണം പറയുമ്പോൾ, ഇന്നലെ EP ജയരാജനെതിരെ LDF കൺവീനർ സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ മാറ്റുമ്പോൾ, CPM-ൽ പല പ്രശ്നങ്ങളും ഉയർന്നു വരുമ്പോൾ, ഒരുപാട് അച്ചടക്ക നടപടികൾ CPM-ൽ വരുമ്പോൾ, ഇതിനൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി ഈ അൻവറിന്റെ ആരോപണത്തെ ആരെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ അത് നമുക്ക് വേണമെങ്കിൽ അത് ശരിയാണോ എന്നൊരു ചോദ്യം വരും. കാരണം എന്താ വെച്ചാല്, ഇതില് ഇന്ന് ബിനോയ് വിശ്വം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? വളരെ ഗൗരവമുള്ള ആരോപണമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ ഗൗരവമുള്ള ആരോപണമാണ്. എന്ത്? ഫോൺ ചോർത്തല്. CPI സെക്രട്ടറിയാണ്. അപ്പൊ ഇത് എന്റെ ഒരു അഭിപ്രായത്തില് അടിയന്തര LDF യോഗം ചേരണം, അടിയന്തര മന്ത്രിസഭാ യോഗം ചേരണം. കാരണം വെച്ചാൽ ക്രമസമാധാന ചുമതലയുള്ള ADGP-ക്കെതിരെ ആരോപണം വന്നാൽ കേരളത്തിലെ ജനങ്ങള്, പാവപ്പെട്ട ജനങ്ങള്, പരാതിക്കാര്, അവരുടെയൊക്കെ മനസ്സിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സംശയവും ഭീതിയൊക്കെ നീക്കണ്ടേ? അത് ഇടതു മുന്നണിയുടെ ആവശ്യമല്ലേ? CPM-ന്റെ ആവശ്യമല്ലേ? ഇവിടെ അഡ്വക്കേറ്റ് ബൽദേവ് പറഞ്ഞത് അദ്ദേഹം CPM-ൽ പെട്ട ആളല്ലല്ലോ. പക്ഷെ എന്തുകൊണ്ടാണ് CPM-ന്റെ ആളുകൾ ഈ കാര്യത്തിൽ ബന്ധപ്പെടാതെ പറയാതിരിക്കുന്നത്? എന്താണ് നിഷേധിക്കാത്തത്? എന്താണ് അൻവറിനെ തള്ളിപ്പറയാത്തത്? ഇന്നലെ മിനിഞ്ഞാന്ന് അൻവർ ഇങ്ങനെ അവിടെ ഒരു പോലീസിന്റെ ആ ഒരു പ്രശ്നം വന്നപ്പോ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദ മാഷോട് ചോദിച്ചപ്പോ പാർട്ടിക്ക് മീതെ ആരും വളരില്ലെന്നാ പറഞ്ഞത്. പാർട്ടിക്ക് മീതെ ആരും വളരണ്ട, പക്ഷെ പാർട്ടിയെ കുഴിയിലാക്കിയോ? ഇന്ന് പാർട്ടിയെ ശ്രീ അൻവർ കുഴിയിലാക്കിയില്ലേ? കാരണം ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞെന്താണ്, മുഖ്യമന്ത്രിയും
പാർട്ടിയും ഉത്തരം പറയേണ്ട ഘട്ടം എത്തിയിരിക്കുന്നു എന്നാ പറഞ്ഞത്. അപ്പൊ ഉത്തരം വരേണ്ട ഘട്ടം എത്തി എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ഉത്തരം പറയണമെന്നല്ലേ? ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ആനന്ദ് കൊച്ചുകൂടി, ഇവിടെ വ്യക്തമാകുന്നത് ഏതായാലും ഈ ADGPയുമായി അത്ര നല്ല രസത്തിലല്ല അൻവർ എന്ന് വ്യക്തമാണ്. അപ്പോൾ ഒരുപക്ഷെ വ്യക്തിപരമായ ചില അനിഷ്ടങ്ങളുടെ പുറത്ത് നടത്തിയ അന്വേഷണങ്ങളുടെ ഭാഗമായി കിട്ടിയ ചില കണ്ടെത്തലുകളാകാം അദ്ദേഹത്തിന് ഉള്ളത്. പക്ഷേ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് കേരളത്തിലെ മറ്റ് ചില പൊതു ചർച്ചാ വിഷയങ്ങളെ മുക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു അന്തർനാടകമാണോ ഇത് എന്ന സംശയത്തിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെയുള്ള ഗൂഢാലോചന സിദ്ധാന്തങ്ങളിലൊന്നും കാര്യമായിട്ട് എനിക്കങ്ങനെ താല്പര്യം തോന്നാറില്ല. അത് ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ പറയുന്നവർ ഇന്നലെ EP ജയരാജൻ്റെ വിഷയമുണ്ടായതുപോലും അദ്ദേഹത്തെ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതുപോലും മറ്റ് ചർച്ചകൾ മുക്കാനാണെന്ന് ഇന്നലെ ചർച്ചകളിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇന്നലെയും ഞാൻ അതിനോട് എതിർക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഈ PV അൻവറിന് അദ്ദേഹത്തിന് കുറെ നാളായിട്ട് കുറെ ആൾക്കാരോട് വിരോധം തീർക്കാൻ അദ്ദേഹത്തിന്റെ ഒരു ഓഫീസ് കേന്ദ്രീകരിച്ച് കുറെ പേരെയൊക്കെ നിയോഗിച്ച് ഇപ്പൊ ഈ ഒരു ഓൺലൈൻ ചാനൽ അദ്ദേഹത്തിന് സ്വയം തുടങ്ങാനാകുന്ന വിധത്തിലുള്ള ഫോൺ റെക്കോർഡുകളും മറ്റ് പല കാര്യങ്ങളും അദ്ദേഹത്തിന് പൂത്ത കാശുള്ളത് കൊണ്ട് അദ്ദേഹം പല വിധത്തിലും പല സാധനങ്ങളും കൈക്കലാക്കിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് ഈ എന്താ പറയുന്നത് സംഘപരിവാർ സഹയാത്രികനായിട്ടുള്ള ഓൺലൈൻ ചാനൽ മേധാവിയോട് വ്യക്തിപരമായ വിരോധമുണ്ടെങ്കിൽ അദ്ദേഹം സ്വയം ഒരു ഓൺലൈൻ ചാനൽ തുടങ്ങിയതിനെല്ലാം തിരിച്ച് വീഡിയോകൾ ഇറക്കുക. കാരണം അദ്ദേഹത്തിന് ഇത്രയും കാശുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് കുറെ ഈ ഇതുപോലെയുള്ള 50%, 70%, 80% വാർത്തകളെ 100% ആക്കാൻ കഴിവുള്ള ആൾക്കാരെ കുറെ പേരെ അദ്ദേഹത്തിനും വിലയ്ക്ക് വാങ്ങാവുന്നതാണ്. അല്ലാതെ ഈ പൊതുമണ്ഡലം, കേരളത്തിലെ പൊതുമണ്ഡലം ഇങ്ങനെ ബലീമസമാക്കുന്ന ഇതേ എത്ര വർഷങ്ങളായിട്ട് ഈ ഇദ്ദേഹത്തിന്റെ ഈ പണം വെച്ച് ആൾക്കാരുടെ വോട്ടുകൾ വാങ്ങിക്കുന്നു, അതിനുശേഷം ജയിച്ചു കഴിഞ്ഞിട്ട് ഓരോരുത്തരുമായിട്ട് ഇദ്ദേഹത്തിന് ഈഗോ, വ്യക്തി വിരോധങ്ങൾ തീർക്കുന്ന കാര്യത്തിന്റെ കൂടെ ഇപ്പോൾ കേരളത്തിലെ എനിക്ക് മനസ്സിലാകുന്നില്ല കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു വിവാദം ഉണ്ടായിട്ട് ഈ കോൺഗ്രസിന്റെയും ലീഗിന്റെ ഒക്കെ ആൾക്കാർ ഇവിടെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ തന്നെ ഒന്നും കാര്യങ്ങളൊന്നും നടത്താതെ ഇവിടെ മുഖ്യമന്ത്രിയെ കുറിച്ചാണ്. മുഖ്യമന്ത്രിക്ക് ഒരു മിനിറ്റ് പോലും ആ സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യതയില്ല. ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ഭരണകക്ഷി MLA ഇത്രയും വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് ആ സ്ഥാനത്ത് ഇരിക്കാൻ, ഇന്ന് തൃശ്ശൂര് മുഖ്യമന്ത്രി മറ്റേ ചാനലുകാരെ കണ്ടപ്പോൾ അദ്ദേഹത്തിനൊന്നും പ്രതികരിക്കാനില്ല, നാണമില്ല. അദ്ദേഹത്തിനൊക്കെ എന്താണ് ഈ ഇരട്ടച്ചങ്കൻ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ CPM-കാരും DYFI-കാരും ഒക്കെ ദൈവത്തെ പോലെ കാണുന്ന ക്യാപ്റ്റനെ ഒരു വാക്കുകൊണ്ട് പോലും പ്രതികരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു CPM-കാർക്ക് പേടിയുണ്ട്. ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഇനിയിപ്പോൾ ആരുടെയൊക്കെ ശബ്ദരേഖകളാണ് ഉള്ളത്, ഇദ്ദേഹത്തിന്റെ പണം ഉപയോഗിച്ച് ആരെയൊക്കെയാണ് വിലയ്ക്ക് വാങ്ങിയത്, ഏതൊക്കെ മന്ത്രിയുടെ ഏതൊക്കെ ഡീലുകളാണ്, മുഖ്യമന്ത്രിയുടെ തന്നെ ഏതൊക്കെ ഡീലുകളാണ് അൻവറിന്റെ കയ്യിലുള്ളത്. ഇനിയിപ്പോൾ ലീഗുമായിട്ട് സഹകരിച്ച് സമസ്തയുമായിട്ട് സഹകരിച്ച് UDF-ലേക്ക് വരാനാണ് അൻവർ നോക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് അവസാനം അതുപോലും നടക്കാൻ സാധ്യതയില്ല. അൻവറിന്റെ ഭാവി PC ജോർജിന്റെ ഭാവി പോലെ സമാനമാകാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിന് മറുനാടൻ മലയാളി പോലെ വേറൊരു ഓൺലൈൻ ചാനൽ തുടങ്ങാമെന്നാണ് എൻ്റെ ഒരു സജഷൻ. യെസ്, വ്യക്തമാണ്. ശ്രീ നവാസ്, ഈ അൻവർ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇനി സ്വാഭാവികമായും അദ്ദേഹത്തിന് ബാക്കി കൂടി പറയേണ്ടി വരും. തെളിവുകൾ ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരും, കൂടുതൽ ആളുകൾ പുറത്തേക്ക് വരും എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഇത് രാഷ്ട്രീയമായി എന്ത് സൂചനയാണ് ലീഗിന് നൽകുന്നത്? അദ്ദേഹം സത്യസന്ധമായ ചില കാര്യങ്ങൾ പറയുന്നു, അത് ലീഗ് നേരത്തെ പറഞ്ഞ കാര്യമാണ്. ആ കാര്യം ഇപ്പോഴിതാ വസ്തുതാപരമായി വന്നിരിക്കുന്നു. ഇതിൽ ഒരു ഭരണകക്ഷിയിൽപ്പെട്ട MLA-യുടെ പിന്തുണ കൂടി ലീഗിന് ലഭിച്ചിരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന സംശയത്തിന് വഴിയുണ്ടോ? ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഭരണകക്ഷി MLA-യുടെ കൗണ്ടർ സൈൻ ഉണ്ടാകണം, ഞങ്ങൾക്കൊരു കാര്യം പറയാൻ എന്നൊന്നുമില്ല. ഞങ്ങൾ കൃത്യമായി ഞങ്ങൾ പഠിച്ച ഞങ്ങളുടെ നിലപാടുകളാണ് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിച്ചതും പറഞ്ഞതും പരാതി കൊടുത്തതും. നിങ്ങളുടെ ചോദ്യത്തെക്കാൾ ഗൗരവമായി ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇവിടെ ഒരു ഭരണകക്ഷി MLA അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നു, എന്റെ കയ്യിൽ തെളിവുകളുണ്ട്. അദ്ദേഹം പറയുന്നു ADGP ഒരു കൊലപാതകത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ്. അദ്ദേഹം തന്നെ പറയുന്നു നിലവിലെ SP സുജിത് ദാസ് കൊല്ലാൻ വേണ്ടി കൂട്ടുനിൽക്കുന്ന ഒരാളാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയൊക്കെ വാർത്തകൾ പുറത്തു വരുമ്പോൾ കൊല്ലുകയും കൊല്ലിക്കുകയും ചെയ്യുന്ന ഒരു ക്രിമിനൽ സംഘമായി കേരളത്തിലെ ഈ പോലീസ് സംവിധാനം മാറിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു പുഞ്ചിരി ഏറെ അപകടം ഉണ്ടാക്കുന്നതല്ലേ? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലേ? ഇത് കേരളമല്ലേ? ഇത് മറ്റേതെങ്കിലും സ്റ്റേറ്റ് ആണോ? ഇവിടെ ഈ പോലീസുകാരാണോ ഈ കേരളം ഭരിക്കുന്നത്? ഒരു ജനാധിപത്യ രാജ്യമല്ലേ? ADGP കൊല്ലാൻ പറയുന്നു, SP കൊല്ലുന്നു. നോക്കൂ, ഞാൻ നിങ്ങൾ ഓർമ്മ പോലീസ് ഉദ്യോഗസ്ഥ മലപ്പുറത്ത്
യെസ്, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. എനിക്ക് തോന്നുന്നത് റേഞ്ചിൻ്റെ ഒരു പ്രശ്നം അവിടെ ഉണ്ടെന്നാണ് തോന്നുന്നു, അല്ലേ? എസ് ഐ ശ്രീകുമാറിന്റെ മരണവും കേൾക്കാവോ? കേൾക്കാം. ഹലോ, കേൾക്കുന്നു. ഞാൻ പറയുന്നത് രാജമണി എന്ന് പറയുന്നത് വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുടെ മരണം മലപ്പുറം ജില്ലയിൽ ഈ SP സുജിത് ദാസ് ഇരിക്കുന്ന സമയത്ത് ഉണ്ടായല്ലോ. ASI ശ്രീകുമാറിന്റെ ആത്മഹത്യ ഉണ്ടായല്ലോ. അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ നേരത്തെ അൻവർ പറഞ്ഞതിനോട് ഞങ്ങൾ പറഞ്ഞ വാദവും മാച്ച് ചെയ്യുന്നുണ്ട്. കൊല്ലിക്കുന്ന ഒരു ADGPയും കൊല്ലുന്ന ഒരു SP ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ നെക്സസിനെ കുറിച്ച് അന്വേഷണം നടത്തണ്ടേ? ലീഗിനല്ലല്ലോ കൗതുകം ഉണ്ടാകേണ്ടത്, മലയാളിക്ക് അത്ഭുതം ഉണ്ടാകണ്ടേ? കേരളത്തിലല്ല ഈ നടക്കുന്നത്. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ഒരു പുഞ്ചിരിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ എത്ര പേരുടെ ജീവൻ എടുക്കണം? ഇന്നിപ്പോ പുതിയ വാർത്തകൾ പുറത്തു വരുന്നുണ്ടല്ലോ. കോഴിക്കോട്ട് മാമി എന്ന് പറയുന്ന ഒരു കച്ചവടക്കാരൻ, അദ്ദേഹത്തിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പുതിയ വാർത്തകൾ പുറത്തു വരുന്നു. എന്ന് വെച്ചാൽ ഈ പോലീസിനകത്ത് SP-യും ADGPയും ചേർന്ന് ഒരു ഗൂഢസംഘം ഉണ്ടാക്കി. ആ ഗൂഢസംഘം പ്രവർത്തിക്കുന്നു. അതിനെതിരെ പരാതി കൊടുത്തിട്ട് 1 വർഷത്തിന് മുമ്പേ ഞങ്ങൾ പരാതി പറഞ്ഞിട്ട് അന്വേഷിക്കാൻ തയ്യാറായില്ല. PV അൻവർ MLA, ഭരണപക്ഷ MLA പരാതി കൊടുത്തിട്ട് അന്വേഷിക്കാൻ തയ്യാറായില്ല. അവസാനം ഒരു സർക്കാരിനെ തന്നെ പരസ്യമായി പ്രതിരോധം തീർത്തുകൊണ്ട് പരസ്യമായി ആക്രമിച്ചുകൊണ്ട് ഭരണപക്ഷ MLAക്ക് വരേണ്ട അസാധാരണ സാഹചര്യം ഉണ്ടാകുന്നു. എന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ പോലീസ് സമ്പ്രദായത്തിന്റെ ഈ കെടുകാര്യസ്ഥതയെ യഥാർത്ഥത്തിൽ കൈകാര്യം ചെയ്യേണ്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി അതിന് കൂട്ടുനിന്ന് കൊടുക്കുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രി അതിന് കൂട്ടുനിൽക്കുന്നു. ഞാൻ പ്രിയപ്പെട്ട സുഹൃത്തിനോട് ചോദിക്കുന്നത്, ലീഗല്ലല്ലോ അത്ഭുതപ്പെടേണ്ടത്, കേരളത്തിലെ മലയാളി അത്ഭുതത്തോട് ഇതിനെ കാണണ്ടേ? ഇപ്പൊ തൃശ്ശൂരിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞാൻ ചോദിക്കട്ടെ, CPM-ന്റെ 2 ദിവസത്തെ തിരഞ്ഞെടുപ്പിന് ശേഷം 2 ദിവസം യോഗം ചേർന്ന് അവരെന്താ പറഞ്ഞത്? കോൺഗ്രസ് വോട്ട് ചോർന്നുപോയി, അതാ തോൽവിക്ക് കാരണം. എന്നാൽ VS സുനിൽകുമാർ എന്താ പറഞ്ഞത്? VS സുനിൽകുമാർ പറഞ്ഞത് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഗൂഢനീക്കങ്ങൾ ഉണ്ടായി എന്ന് അവർ പറഞ്ഞില്ലേ? അപ്പൊ CPIക്ക് അഭിപ്രായം നേരത്തെ ഉണ്ടായിരുന്നു. UDF പറഞ്ഞു അവിടെ പോലീസ് ആസൂത്രിതമായിട്ടുള്ള നീക്കങ്ങൾ നടത്തിയെന്ന്. അപ്പോ ഭരണകക്ഷിക്ക് ഇതെല്ലാം ബോധ്യം ഉണ്ടായിട്ടും അവരുടെ പാർട്ടി യോഗങ്ങൾ അകത്തടക്കം അതിനെ സംരക്ഷിക്കാനുള്ള ശ്രമം ഉണ്ടാക്കുന്നു. എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറയുന്നത്, ADGPയുടെ കയ്യിലോ അല്ലെങ്കിൽ SP സുജിത് ദാസിന്റെ കയ്യിലോ മുഖ്യമന്ത്രി ഉൾപ്പെടെ പ്രതിരോധത്തിലാകുന്ന ഭരണത്തെ താഴെ തള്ളിയിടാൻ കഴിയുന്ന കൃത്യമായ തെളിവുകളോ റെക്കോർഡുകളോ അവരുടെ കയ്യിലുണ്ട്. ആ കൃത്യമായ എവിഡൻസ് അവരുടെ കയ്യിലുള്ളത് കൊണ്ടാണ് ഇത്രയേറെ വിവാദങ്ങൾ ഉണ്ടായിട്ടും സുജിത് ദാസിനെതിരെ ഒരു നടപടി എടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകാത്തത്. ഇത്ര ഗുരുതരമായ ആരോപണം വന്നിട്ട് അദ്ദേഹത്തെ ഒന്ന് മാറ്റി നിർത്താൻ തയ്യാറായില്ല. അങ്ങനെ ലീവിൽ പോകാണോ വേണ്ടത്? അദ്ദേഹം ലീവിൽ പോകാണോ വേണ്ടത്? ഞാൻ നിങ്ങൾ ശ്രദ്ധയിലേക്ക് പെടുത്തട്ടെ. എറണാകുളം ജില്ലയിലെ രഘു എന്ന് പറയുന്ന എറണാകുളം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരൻ രഘു അദ്ദേഹത്തിന്റെ സർവീസിൽ നിന്ന് റിമൂവ് ചെയ്തു. എന്താ കാരണം? ഒരു കോഫി മെഷീൻ പോലീസ് സ്റ്റേഷനിൽ വെച്ചു വന്നതാണ്. മാങ്ങ മോഷ്ടിച്ചു എന്നതിന്റെ പേരിൽ ഒരു പോലീസുകാരൻ അടുത്ത ദിവസം റിമൂവ് ചെയ്തു. SI ശ്രീജിത്തിനെ മലപ്പുറം ജില്ലയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. എന്താ കാരണം? ഫോൺ കോളിലേക്ക് രാഷ്ട്രീയക്കാരുടെ ഫോൺ കോളുകൾ വന്നു, പോലീസ് ഇവരെ ചോർത്തുന്നു എന്നാണ് അവർ പറഞ്ഞത്. കോട്ടക്കലിലെ ഒരു ASIയെ തൊണ്ടി മുതൽ വിറ്റു എന്നതിന്റെ പേരിൽ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അപ്പോ ഈ പറയുന്ന ചെറിയ ചെറിയ ഒഫൻസുകൾ, ഇതൊന്നും ചെറുതായി ഞാൻ കാണില്ല, പക്ഷെ ഇപ്പൊ പുറത്തു വന്ന വാർത്തകളെ വെച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ ചെറിയ ഒഫൻസുകൾ ഉണ്ടാകുമ്പോൾ സർവീസിൽ നിന്ന് പോലും റിമൂവ് ചെയ്യപ്പെടുന്ന, സസ്പെൻഡ് ചെയ്യപ്പെടുന്ന, ഡിസ്മിസ് ചെയ്യപ്പെടുന്ന ഒരു പോലീസ് സംവിധാനത്തിനകത്ത് ഒരു SP കൊല്ലാൻ കൂട്ടുനിന്നും താമിർ ജിഫ്രിയുടെ കേസിൽ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചെന്നും മരം മുറിച്ചു വിറ്റെന്നും ഈ പറയുന്ന കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അഴിമതി നടത്തിയെന്നും ഈ പറയുന്ന SP-യുടെ നിയന്ത്രണത്തിലുള്ള MSPയിലെ അധ്യാപക നിയമനത്തിൽ അക്കൗണ്ടിലേക്ക് പണം വാങ്ങിയെന്നും അദ്ദേഹത്തിന്റെ ക്യാമ്പ് ഓഫീസിനകത്ത് പുറത്തിരുന്ന ആളുകളെ കൊണ്ട് പണം സ്വരൂപിച്ചുകൊണ്ട് അവിടെ ക്രിക്കറ്റ് കോർട്ട് ഉണ്ടാക്കിയെന്നും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു നടപടിക്ക് ഗവൺമെന്റ് തയ്യാറാകാത്തത്? 3 ദിവസത്തേക്ക് അവധി പോകുന്നത് ഗവൺമെന്റ് അവധി പോകാൻ നിർദ്ദേശമല്ലല്ലോ. അദ്ദേഹം ഈ ആരോപണങ്ങൾ വന്നപ്പോ തൽക്കാലം മാറി നിൽക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇനി 1-2 ആഴ്ചകൾ കഴിഞ്ഞാൽ അദ്ദേഹം തിരിച്ചു വരും, മലയാളി മറക്കും. ഈ നെക്സസ് ഇതുപോലെ തന്നെ ഇതിനകത്തുണ്ടാകും. ഇവർ കേരളത്തിലെ ജനങ്ങളെ നേരത്തെ പറഞ്ഞതുപോലെ സ്വർണം പറ്റിക്കലായാലും കൊലപാതകത്തിലായാലും പോലീസുകാരെ പീഡിപ്പിക്കലായാലും ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടക്കും. ഞാനൊരു കാര്യം പറയട്ടെ, നേരത്തെ പുറത്തുവിട്ടിട്ടുള്ള വാർത്തകളിൽ PV അൻവർ പുറത്തുവിട്ട ശ്രദ്ധിച്ചു, ഞങ്ങൾ പോലീസുകാരെന്ന് ചിലർ അവർ കേസിൽ അകപ്പെട്ടത് കൊണ്ട് അവരെ രക്ഷിക്കുക എന്ന് ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ലേ എന്ന രൂപത്തിൽ അദ്ദേഹം സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ തെളിവ് നശിപ്പിക്കുകയും ഒരു കേസിൽ പോലീസുകാർ തന്നെ പ്രതികളായ ഒരു കേസിൽ SP തന്നെ അവരെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്നതല്ലേ അതിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ? എന്താ വാർത്തയുടെ അടിസ്ഥാനത്തിൽ പുനഃപരിശോധനയ്ക്ക് സർക്കാർ തയ്യാറാവാത്തത്? അന്വേഷണത്തിൽ പുനരന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാവാഞ്ഞത് എന്തുകൊണ്ടാണ്? ഇത്തരം നിരവധി ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തരേണ്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഒരു പുഞ്ചിരി കൊണ്ട് അത് പൂർണ്ണമാകുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. യെസ്, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. വിഷ്ണു,
ഇവിടെ പരാതി മുഖ്യമന്ത്രിക്ക് നേരെ തന്നെയാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ തന്നെയാണ്, സർക്കാരിനെതിരെ ആണ്. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനമായി പറയുന്നത് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഈ സ്വർണ്ണക്കടത്ത് കുറേ കാലമായി കേന്ദ്രം അന്വേഷിക്കുന്നു. അതിൽ ചില നടപടികൾ ഉണ്ടായിട്ടുണ്ട്, വളരെ പരിമിതമായ ചില നടപടികൾ എന്ന് വേണമെങ്കിൽ പറയാം. അതിനപ്പുറത്തേക്ക് ഇത്രയും കഥകളൊക്കെ ഇപ്പോൾ പുറത്തു വരുമ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പിന്നാമ്പുറം അന്വേഷിക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? അപ്പോൾ സ്വാഭാവികമായും പൂരം കലക്കിയത് നിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന സംശയം ബലപ്പെടുകയല്ലേ? ഇത് ഒരു രാഷ്ട്രീയ ആയുധമായെങ്കിലും പിന്നീടെങ്കിലും ഇത് കോൺഗ്രസ്സിന് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്? അല്ല, ഭാരതീയ ജനതാ പാർട്ടി 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ വിജയിച്ച ഉടൻ തന്നെ കോൺഗ്രസിൻ്റെ പരാജയത്തെപ്പറ്റി ചോദിച്ചപ്പോൾ അവർ പറയുകയാണ് ഞങ്ങളല്ല തോറ്റത്, CPM തോറ്റത് കൊണ്ടാണ് BJP ജയിച്ചത്. ഇനി CPM പറയുന്നത് എന്താണ്? അത് കോൺഗ്രസിൻ്റെ വോട്ടുകൾ ചോർന്നു പോയാണ്. കണക്കുകൾ പരിശോധിച്ചാൽ എല്ലാവർക്കും മനസ്സിലാകും, എല്ലാ കാലഘട്ടങ്ങളിലും കോൺഗ്രസിനും CPM-നും വോട്ട് ചെയ്ത എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്കും BJPക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വോട്ട് ചെയ്യാത്ത ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഉൾപ്പെടെ തൃശ്ശൂരിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് ചെയ്തതുകൊണ്ട് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ശ്രീ സുരേഷ് ഗോപി വിജയിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ തങ്ങളുടെ പരാജയത്തെപ്പറ്റി ചോദിക്കുമ്പോൾ അത് മറ്റൊരു മുന്നണിയിൽ നിന്ന് കിട്ടിയ സഹായം കൊണ്ടാണെന്ന് പറയാതെ തങ്ങൾ എന്തുകൊണ്ട് പരാജയപ്പെട്ടു, അല്ലെങ്കിൽ തങ്ങൾക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭ്യമായ വോട്ടുകൾ എന്തുകൊണ്ട് ഇത്തവണ ലഭിച്ചില്ല എന്ന് പറയാൻ ഇരു മുന്നണികളും തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല അത് പരസ്പരം പറഞ്ഞുകൊണ്ട് പഴിചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് അവർക്ക് അവരുടേതായ കൃത്യമായ ഉത്തരം നൽകാനില്ലാത്തതുകൊണ്ട് തന്നെയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, നേരത്തെയും പറയുന്നു, വലിയൊരു അധോലോക സംഘം മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഇടപെടുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ടാണ് ആ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കടത്തിന് വേണ്ട സഹായങ്ങൾ നൽകിയതും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരൻ ഉൾപ്പെടെ ജയിലിൽ പോകേണ്ടി വന്നതടക്കമുള്ള സാഹചര്യങ്ങൾ നമ്മളുടെ മുന്നിൽ വ്യക്തമാണ്. അതുകൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഒരു ഘട്ടത്തിൽ പോലും ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. കേരളത്തിൽ എപ്പോഴും പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശനുമാണ്. കാരണം VD സതീശന് നേരെ ഉയർത്താൻ പറ്റിയ വലിയ അഴിമതി ആരോപണങ്ങളും തെളിവുകളും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കയ്യിലുണ്ട്. ഈ നിമിഷം വരെ പെഗാസസ് വിഷയം വന്നപ്പോൾ രാജ്യത്തിന്റെ പാർലമെന്റിൽ അടിസ്ഥാനപരമായ ആരോപണമായിരുന്നു പെഗാസസ് എന്ന് യാതൊരുവിധ തെളിവുമില്ലാതെ സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ട് പോലും അതിനെതിരെ സഭയിൽ വലിയ വിവാദങ്ങൾ ഉയർത്തിയ കോൺഗ്രസിന്റെ MPമാർ KC വേണുഗോപാൽ, സുപ്രീം കോടതിയിലേക്ക് പോയ ജോൺ ബ്രിട്ടാസ് അടക്കിയ ആൾക്കാർ, കേരളത്തിലെ ഭരണപക്ഷത്തിന്റെ ഒരു MLA തന്നെ മന്ത്രിമാരുടെയും മറ്റു നേതാക്കന്മാരുടെയും ഒക്കെ ഫോൺ ചോർത്തി എന്ന് പറഞ്ഞപ്പോൾ ഇതുവരെ എവിടെ പോയി VD സതീശൻ എന്താ നാവ് പണയം വെച്ചിരിക്കുകയാണോ? അതോ മുഖ്യമന്ത്രിയുടെ അനുമതി കിട്ടിയിട്ട് വേണോ ഇനി VD സതീശന് പ്രതികരിക്കാനെന്ന് കോൺഗ്രസിന്റെ നേതൃത്വമെങ്കിലും ഞങ്ങൾ പൊതുസമൂഹത്തോട് പറയേണ്ടിയിരിക്കുന്നു. കാരണം KC വേണുഗോപാൽ അടക്കം വലിയ വിഷയമാക്കിയാണ് പെഗാസസിൽ യാതൊരു അടിസ്ഥാനവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു പൗരന്റെ തന്നെ ഭരണഘടനാപരമായ തങ്ങളുടെ അവകാശത്തെ ലംഘിക്കുന്നു, ഭരണഘടനയ്ക്ക് വേണ്ടി തങ്ങൾ ഏതറ്റം വരെയും പോരാടും എന്നതാണ് ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് BJPക്കെതിരെ. പക്ഷേ ഭരണഘടനമായ ഒരു ലംഘനം നടത്തിയെന്ന് ഭരണഘടനാ സ്ഥാപനത്തിലിരിക്കുന്ന ഒരു MLA തന്നെ ഇപ്പോൾ പറയുന്നത് അടിസ്ഥാനം കേരളത്തിൽ ഇതൊക്കെ നടക്കാറുണ്ട്. മുഖ്യമന്ത്രിക്ക് വേണ്ടിയും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തർക്ക് വേണ്ടിയും മുഖ്യമന്ത്രിയുടെ എതിരാളികളെ അതിനുവേണ്ടി കേരളത്തിൽ കൃത്യമായി ഫോൺ ചോർത്തലുകളും അവരുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചേർന്നുകൊണ്ട് തങ്ങളുടെ സാമ്പത്തിക ലാഭ്യത്തിന് വേണ്ടി വലിയ അഴിമതികൾ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസും P. ശശിയുമായി ചേർന്നുകൊണ്ട് കേരളത്തിൽ നടപ്പിലാക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. യെസ്, ശ്രീകുമാർ, താങ്കൾക്ക് പോകാൻ ധൃതിയുണ്ടെന്ന് എനിക്കറിയാം. ഒരു ചുരുങ്ങിയ വാക്കുകളിൽ അങ്ങനെ VD സതീശൻ ഒരു പിന്തുണ നൽകുന്നുണ്ടോ? ഈ ഫോൺ ചോർത്തൽ ഒരു ശക്തമായ ഒരു അന്വേഷണം വേണം എന്ന വിഷയം പറയുന്നതിൽ അദ്ദേഹം വേണ്ടത്ര ബലം കാണിക്കുന്നില്ല എന്ന ഈ ആരോപണത്തെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? VD സതീശൻ ഇന്ന് പത്രലേഖകർ അദ്ദേഹത്തോട് ചോദിച്ചു, മുഖ്യമന്ത്രിക്ക് ഈ വിഷയം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാണ് പറഞ്ഞത്. മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാണ് VD സതീശൻ പറഞ്ഞത്. അതിൽ കൂടുതലില്ലല്ലോ. മുഖ്യമന്ത്രി രാജിവെച്ചാൽ പക്ഷെ അത്ര ബലത്തിലല്ലോ സാധാരണ പ്രതികരിക്കുന്ന ഒരു ശൈലിയിലൊന്നും അല്ല കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചത്. അദ്ദേഹത്തിന് അത്ര വലിയ ഊർജ്ജത്തോടെ ആവേശത്തോടെയൊന്നും അല്ല പ്രതികരണം കണ്ടത്. ബഹളം വയ്ക്കുകയല്ലോ. സാധാരണഗതിയിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം എന്താണെന്നും എത്രത്തോളമാണ് അദ്ദേഹം രാഷ്ട്രീയപരമായി ആരോപിക്കുന്നതെന്നും കേരളത്തിൽ കണ്ട് നല്ല പരിചയമുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു വലിയൊരു ഉദാസീനതയിൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഈ വിഷയങ്ങളോട് പ്രതികരിച്ചത്. അതായത് അല്ല, ഒരു മിനിറ്റ് പറഞ്ഞിട്ട് അല്ല, ഞാൻ വെറുതെ നിങ്ങള് ഇത് കാര്യം അറിയാതെ സംസാരിക്കരുത്. ഇന്നാണ് സംഭവം നടന്നത്. ഇന്നലെ ആദ്യം അൻവർ ഉന്നയിച്ച ആരോപണത്തിൽ ഇന്നലെ തൃശ്ശൂരിൽ അദ്ദേഹം മറുപടി പറഞ്ഞു. ഇന്ന് മലപ്പുറത്ത് പത്രസമ്മേളനം നടത്തിയതിന്റെ മറുപടി ഉച്ചയ്ക്ക് 2:30 പറഞ്ഞു. പത്രസമ്മേളനം കഴിഞ്ഞ് 1 മണിക്ക് കണ്ട 2:30 VD സതീശൻ മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നാളെയും മറ്റന്നാളൊക്കെ വരും. പ്രതിപക്ഷ നേതാവല്ലേ, ഇത് ഉടൻ തന്നെ കയറി എല്ലാം പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ വേറൊരു കാര്യം, ഇന്ന് അൻവർ പറഞ്ഞൊരു കാര്യമുണ്ട് ഇവിടെ. അതായത്
ഞാൻ പാർട്ടിയുടെ ഭാഗമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ പാർട്ടിയുടെ ഭാഗമാണ്, പാർട്ടിയുടെ പ്രവർത്തകനാണ്. അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ പാർട്ടി വേദികളിലൊക്കെ അൻവറെ LDF-ഉം CPM-ഉം പങ്കെടുപ്പിക്കുവോ? അതൊക്കെ കണ്ടുവരേണ്ട കാര്യമാണ്. കാരണം കേരളത്തിലെ മുഖ്യമന്ത്രി സത്യം പറഞ്ഞാൽ മുഖ്യമന്ത്രിയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് മറ്റുള്ള ചിലർ ഭരിക്കുന്നതെന്നാണ് ഇന്ന് ആകെ ഇതിന്റെ ഒരു മൊത്തം പരിശോധിച്ചാൽ മനസ്സിലാകാവുന്ന കാര്യം അതാണ്. കേരള മുഖ്യമന്ത്രിയെ ഒരു കസേരയിൽ ഇരുത്തിക്കൊണ്ട് ഒരു സംഘം ഭരിക്കുന്നു എന്നുള്ളതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നാളെ പാർട്ടി യോഗങ്ങളിൽ, പാർട്ടി വേദികളിൽ, ബ്രാഞ്ച് സമ്മേളനങ്ങൾ അദ്ദേഹം പങ്കെടുക്കണമെന്നില്ലാണ്, സ്വതന്ത്ര MLA ആണ്. എങ്കിൽ പോലും മലപ്പുറത്തെ പാർട്ടി വേദികളിൽ അൻവറിനെ പങ്കെടുപ്പിക്കുമോ CPM? അതെങ്കിലും CPM പറയണ്ടേ? മാറ്റിയെടുത്തെങ്കിലും വേണ്ട. ഇത്രയും ഉത്കണ്ഠാജനകമായ ഗുരുതരമായ ആരോപണം ഉന്നയിച്ച ഒരു ഇടതുപക്ഷ MLA ഇനി എങ്ങനെയാണ് പാർട്ടി കൈകാര്യം ചെയ്യുന്നതൊക്കെ കണ്ടുകേണ്ടതുണ്ട്. അതൊരു നല്ല കൗതുകമായിട്ടായിരിക്കും എനിക്ക് തോന്നുന്നത്. യെസ്, വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശ്രീ അഡ്വക്കേറ്റ് ബൽദേവ്, ഇനി എങ്ങനെ കൈകാര്യം ചെയ്യാനാകും അൻവറിനെ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇത് അദ്ദേഹം ഉന്നയിച്ച ഒരു കാര്യം എന്തായാലും ശ്രീ N. ശ്രീകുമാർ പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്. മുഖ്യമന്ത്രിയെ എങ്ങനെ നോക്കുകുത്തിയാക്കി ഇരുത്തി ഒരു സംഘം ആളുകൾ അങ്ങനെ ഭരണം നടത്തുകയാണ്. അത് പൊളിറ്റിക്കൽ സെക്രട്ടറി ആകാം, അദ്ദേഹത്തിന് പിന്തുണ നൽകുന്നത് ADGP ആകാം. ഇങ്ങനെയൊക്കെ ഉള്ള ആളുകൾ നാട്ടിൽ അവരുടെ ഇഷ്ടം പോലെ നിർബാധം കാര്യങ്ങൾ നടത്തി പോവുകയാണ്. ഇത് എന്തിൻ്റെ സൂചനയായി വേണം കണക്കാക്കാൻ? അല്ലെങ്കിൽ ഇതിന് ഒരു മറുപടി പറയാൻ എന്തുണ്ട് ഇടതുപക്ഷത്തിന് കയ്യിൽ? അല്ല, എനിക്കൊരു തമാശ തോന്നുന്ന കാര്യം, കോൺഗ്രസിന്റെ പ്രതിനിധിയായ ശ്രീ N. ശ്രീകുമാർ ഇപ്പൊ പറയുന്നു മുഖ്യമന്ത്രി നോക്കുകുത്തിയായിട്ട് മറ്റുള്ളവർ ഭരിക്കുന്നു. പക്ഷെ എല്ലാ കോൺഗ്രസ്സുകാരും പറയുന്നത് കേരളത്തിൽ പിണറായി വിജയൻ ഒരു ഏകാധിപതിയാണ്, ആരെയും അടുപ്പിക്കുന്നില്ല, അദ്ദേഹം ഒരു ഏകാധിപതിയാണ്, ക്യാപ്റ്റനാണ്, ഇങ്ങനെ എന്തെല്ലാം പറയും. എന്താണ് ഇതിന്റെ വൈരുദ്ധ്യം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ശ്രീ ആനന്ദ് കൊച്ചുകുട്ടി പറഞ്ഞ രണ്ട് കാര്യങ്ങൾ പറയാം. അപ്പൊ അതിന് ആ ചോദ്യത്തിന് ഉത്തരം വ്യക്തമാവും. അദ്ദേഹം ആദ്യത്തെ ചർച്ചയിൽ പറഞ്ഞിരുന്നു വിശ്വാസതയെക്കുറിച്ച്. ഇദ്ദേഹത്തിന് തീർച്ചയായിട്ടും വിശ്വാസം നഷ്ടപ്പെട്ട ഒരു MLA ആണ്, ഞങ്ങൾക്കും വിശ്വാസമില്ല. പിന്നീട് അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ട് CM പ്രതികരിക്കുന്നില്ല, അദ്ദേഹത്തിന്റെ മൗനം വെടിയണം. അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യമാണല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവസാന വാക്കെന്ന് പറയുന്നത് പാർട്ടി സെക്രട്ടറിയുടെയാണ്. ഇന്നലെ തന്നെ പാർട്ടി സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞു, ഓരോ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. PV അൻവറിന്റെ കാര്യം അത് പാർട്ടി പരിശോധിക്കും. അതിനുശേഷമാണ് അദ്ദേഹം ഈ പത്രപ്രസ്ഥാനം നടത്തിയത്. തീർച്ചയായിട്ടും ഇത് പരിഗണിച്ച് ഇതിന് വേണ്ടുന്ന തീരുമാനം എന്താണെന്ന് പാർട്ടി എടുക്കും. പാർട്ടിയുടെ സമ്മേളനങ്ങളിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തിന് പാർട്ടി മെമ്പർഷിപ്പ് പോലും ഇല്ല PV അൻവറിന്റെ. അങ്ങനെ പാർട്ടി മെമ്പർഷിപ്പ് ഇല്ലാത്ത ഒരാള് എന്തെങ്കിലും പറഞ്ഞാൽ പാർട്ടിക്ക് ഞാൻ തുടക്കത്തിലെ പറഞ്ഞു നടപടിയെടുക്കാൻ പറ്റില്ല. പാർട്ടിക്ക് ചെയ്യാവുന്നത് ഇതിനകത്ത് ശക്തമായ കാര്യങ്ങൾ അന്വേഷിച്ച് ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ, ഇതിനകത്ത് എന്തെങ്കിലും രഹസ്യം ഒളിച്ചിരിപ്പുണ്ടോ, മുസ്ലിം ലീഗും PV അൻവറും തമ്മിൽ എന്തെങ്കിലും രഹസ്യ ബാന്ധവമുണ്ടോ, ആ ബാന്ധവത്തിന്റെ തുടക്കമാണോ ഇതിലേക്ക് പോകുന്നത്. പിന്നെ ഇവിടെ തെളിവുകളുടെ കാര്യം പറഞ്ഞു, ശ്രീ വിഷ്ണുവും പറഞ്ഞു തെളിവുകളുടെ കാര്യം. തെളിവുകൾ കൊണ്ടുവരട്ടെ. പലരും സംസാരിക്കുമ്പോൾ ഇപ്പൊ നമ്മൾ ഒത്തിരി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്തു. ഇതിനൊക്കെ നമുക്ക് കോടതിയിൽ വേണ്ടുന്ന തെളിവുകളാണ്. നവാസ്, നമ്മുടെ സമയം അതിക്രമിച്ചങ്ങ് നീളുകയും നവാസ് കൈയുയർത്തുകയും ചെയ്തിട്ടുണ്ട്. നവാസ്, എന്തെങ്കിലും ബാന്ധവം ഉണ്ടോ നവാസെ? ബാന്ധവത്തെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറഞ്ഞ ഒരു ഉത്തരം എനിക്ക് കൗതുകമായി തോന്നി. കാരണം ഈ വിഷയത്തിലൊക്കെ പ്രതികരിക്കുക പാർട്ടി സെക്രട്ടറിയാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശൈലിയാണ് അത്രേ. സാർ, കേരളം ഭരിക്കുന്നത് പാർട്ടി സെക്രട്ടറി അല്ല, പിണറായി വിജയൻ എന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന് ആഭ്യന്തര വകുപ്പിനെ കുറിച്ചും SP-യെ കുറിച്ചും ADGP-യെ കുറിച്ച് ആരോപണം, അതിന് പാർട്ടി സെക്രട്ടറി അല്ല മറുപടി പറയേണ്ടത്. ഇത് പാർട്ടി കമ്മിറ്റി യോഗത്തിലല്ല. ജനങ്ങളുടെ വോട്ട് വാങ്ങി മുഖ്യമന്ത്രിയായ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഈ പിണറായി വിജയനാണ് ഇതിന് മറുപടി പറയേണ്ടത്. നിങ്ങൾ ജനങ്ങളോട് ഇങ്ങനെ സംസാരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധ്യമാകുന്നത് എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോകുന്നത്. മുഖ്യമന്ത്രി മറുപടി പറയേണ്ട ഒരു വിഷയത്തിൽ പാർട്ടി സെക്രട്ടറിയാണ് മറുപടി പറയേണ്ടത്. അടുത്ത ദിവസം തന്നെ ഒരു പ്രതികരണം മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടാകുമോ ശ്രീ ബൽദേവ്? പാർട്ടി ആലോചിച്ചിട്ട് മുഖ്യമന്ത്രി പ്രതികരിക്കേണ്ട കാര്യങ്ങളിൽ മുഖ്യമന്ത്രി പ്രതികരിക്കുന്നുണ്ടല്ലോ. പ്രതികരിക്കേണ്ട കാര്യം തന്നെയല്ലേ ഇത്രയും വലിയൊരു ആരോപണം? തീർച്ചയായിട്ടും ഞാൻ തുടക്കത്തിലെ പറഞ്ഞല്ലോ, ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഗവൺമെന്റിനെതിരെ ഇടതുപക്ഷ മുന്നണിയിൽ തന്നെയുള്ള ഒരു MLA ആരോപണം കൊണ്ടുവന്നിരിക്കുന്നു. അതിനെ ഗവൺമെന്റും ഇടതുപക്ഷ മുന്നണിയും ശക്തമായിട്ട് തന്നെ എടുക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ അതിന്റെ ചർച്ചയും പ്രതിഫലനവും ഉണ്ടാവും. അതിന് യാതൊരു തർക്കവുമില്ല. യെസ്, ശ്രീ ആനന്ദ് കൊച്ചുകുടി, താങ്കൾ ഇതിനെ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഭാവി നോക്കി കാണുന്നത്? ഇത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ബാന്ധവത്തിൻ്റെ ഭാഗമാണോ, അതോ ഇതിൽ വസ്തുതാപരമായ കാര്യങ്ങൾ പുറത്തേക്ക് വരാനുണ്ടോ, ഇനിയും ഞെട്ടിക്കുന്ന സംഭവങ്ങൾ വരും എന്ന് അനുമാനിക്കേണ്ടതുണ്ടോ, അതോ ഇത് വ്യക്തിപരമായ ഒരു തർക്കത്തിൻ്റെ പുറത്തുണ്ടായ ചില ബാലിശമായ കാര്യങ്ങളായി ഇത് പര്യവസാനിക്കും എന്നാണ് തോന്നുന്നത്? അല്ല, ഇന്ന് VD സതീശൻ്റെ ഒരു പ്രസ്താവനയിൽ കൂടി ഞാൻ മനസ്സിലാക്കുന്നത് UDF-ഉം അൻവറിനോട് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള നിലപാടിലേക്ക് പോവുകയാണ് എന്നാണ്. കാരണം ഇതേ VD സതീശനെ കുറിച്ചാണ്
അൻവർ 150 കോടിയുടെ കാര്യം വിചിത്രമായ ഇത്രയും വലിയ 150 കോടിയോ എന്തോ അതെ. അപ്പോൾ ആ വി.ഡി. സതീശൻ ഇന്ന് അൻവറിന്റെ ചില വാദങ്ങളെ പിന്തുണയ്ക്കുകയാണ്. ഇത് സാധാരണ മനുഷ്യർ മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയക്കാരെന്ന് വെച്ചാൽ ഇതാണ്. ഇവര് തലേദിവസം ഒരു കാര്യം പറയും, അതായത് എൽദോസ് കുന്നപ്പള്ളിയും എം വിൻസെന്റും രാജിവെക്കേണ്ടെന്ന് പറയും, മുകേഷ് രാജിവെക്കണം എന്ന് പറയും. നാളെ ഒരു UDF MLA-ക്കെതിരെ ഒരു സ്ത്രീപീഡന ആരോപണം വന്നാൽ അവർ രാജിവെക്കേണ്ടെന്ന് പറയും. ഇപ്പോൾ ലീഗിനും കോൺഗ്രസിനും അൻവർ പെട്ടെന്ന് വിശ്വാസ്യതയുള്ള ആളായി മാറി. കാരണം ഇപ്പോൾ അൻവർ ഒരു എന്താ പറയുന്നത്, അദ്ദേഹം ഈ CPM-ന്റെ കൺട്രോളിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നു. അദ്ദേഹത്തിന് ഇപ്പൊ എവിടെയെങ്കിലും അഭയം കിട്ടണം. അപ്പോൾ ആ അഭയത്തിന് വേണ്ടി അദ്ദേഹം പലതരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ടാവും. മത നേതാക്കളുടെ അടുത്ത് പോകുന്നുണ്ടാവും, സമസ്ത നേതാക്കളുടെ അടുത്ത് പോകുന്നുണ്ടാവും, ലീഗ് നേതാക്കളുടെ അടുത്ത് പോകുന്നുണ്ടാവും, കോൺഗ്രസിന്റെ നേതാക്കളുടെ അടുത്ത് പോകുന്നുണ്ടാവും. അങ്ങനെയാണ് കാര്യമെങ്കിൽ അത് നമുക്ക് അടുത്ത 1-2 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും എവിടെയാണ് ഇത് കൊണ്ട് എത്തിക്കുന്നത്. ഒരു കാര്യം മാത്രം ഞാൻ പറയാം, അൻവർ പൂർത്തിയാക്കിക്കോളൂ. ആനന്ദ് കോച്ചു. യെസ്, ഞാൻ അഡ്വക്കേറ്റ് ബൽദേവ്. അൻവർ വ്യക്തിവിരോധം വെച്ച് ഒത്തിരി കാര്യം ചെയ്യുന്ന ഒരാളാണ്. ഞാനൊരു ഉദാഹരണം പറയാം. യെസ്, ശ്രീ എനിക്ക് പറയാൻ സമയമുണ്ടോ? പറയും. അല്ല, ഈ അൻവറിനെതിരെ ഏഷ്യാനെറ്റ് ചാനല് നിരന്തരമായിട്ട് വാർത്തകൾ ചെയ്തിരുന്നു. കോഴിക്കോട് ബ്യൂറോ ചീഫായിട്ടുള്ള മനു ഭരതിനൊക്കെ പരിചയമുള്ള ഷാജഹാനാണ് അത് നടത്തി. അതിന്റെ പ്രധാനമായിട്ട് അതിന്റെ പുറകിലുണ്ടായിരുന്നത്. ഈ ഷാജഹാനോട് വ്യക്തിവിരോധം തീർക്കാൻ എന്താണ് ചെയ്തത്? അവിടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ മകന്റെ ഭാര്യയായിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകയെ, ഏഷ്യാനെറ്റിൽ തന്നെ പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകയെ കൊണ്ട് ആ ചാനലിലെ ഒരു കാര്യം അവര് അവിടെ നടത്തിയ ഒരു ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് ഒരു കുട്ടിക്ക് പകരം മറ്റൊരു കുട്ടിയെ ഇരുത്തി ഒരു ഇന്റർവ്യൂ ചെയ്തു എന്നുള്ള ഒരു കാര്യം പുറത്തു കൊണ്ടുവന്ന് പോക്സോ കേസ് വരെ കൊടുത്ത് ആ ചാനലിനെതിരെ പറ്റാവുന്ന വിധത്തിലുള്ള എല്ലാ തരത്തിലുള്ള എന്താണ് ഈ നമ്മുടെ സമയം അതിക്രമിച്ചുകൊണ്ടാണ് ശ്രീ ബൽദേവ്, അങ്ങക്ക് ഇത് പര്യവസാനിപ്പിക്കാം. ഇത് നിയന്ത്രണത്തിന് അതീതമായോ അൻവർ? അദ്ദേഹം സ്വന്തം നിലയ്ക്ക് പ്രചരണം തുടങ്ങിയോ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക്? നിയന്ത്രണത്തിന് അതീതനായോ പാർട്ടിക്കും മുന്നണിക്കും ഒക്കെ മുകളിലേക്ക് അൻവർ? അദ്ദേഹത്തിന് വളയത്തിന് പുറത്തു ചാടാം. കാര്യം അദ്ദേഹം പാർട്ടിക്കാരനോ ഇടതുപക്ഷ മുന്നണിയുടെ ആളല്ല. മുന്നണി ഞങ്ങളൊക്കെ പിന്തുണ കൊടുക്കുന്ന ഒരു MLA മാത്രമാണ്. എന്നതാണ് അല്ലേ? ഏതായാലും സ്വതന്ത്രന്മാര് ക്യാപ്റ്റന്റെ കപ്പൽ പൊളിഞ്ഞു തുടങ്ങി എന്നാണ് ഇടതുപക്ഷ പ്രതിനിധി വരെ പറയുന്നത്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തന്നെ ആ ക്യാപ്റ്റൻ കപ്പിത്താന്റെ കപ്പൽ പൊളിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇതിൽ നിന്നുള്ളവരുമെല്ലാം ഇപ്പോൾ EP ജയരാജനടക്കം വലിയ പ്രസ്താവനകളും ആത്മകഥകളും നടത്തി CPM-നെതിരെ ഗുരുതരമായ കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. അപ്പോൾ ഈ കപ്പിത്താൻ നയിക്കുന്ന കപ്പലും CPM മുന്നണിയും കേരളത്തിൽ തകർന്നു കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമോ സംശയമോ ഇല്ല. യെസ്, ഏതായാലും നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കേണ്ട ഒരു സമയം ആയിരിക്കുന്നത്. ഞങ്ങൾ ഈ വിഷയം യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്യാനായി വെച്ചിരുന്നു. അൻവറിൻ്റെ ഈ പ്രസ്താവന ഇടത് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നു എന്നായിരുന്നു ചോദ്യം. 82% ആളുകളും ഇടത് സർക്കാർ പ്രതിസന്ധിയിലാണ് എന്ന് പറയുന്നു. അതേസമയം 14% ആളുകൾ അതങ്ങനെ ചിന്തിക്കേണ്ട കാര്യം ഇല്ല എന്ന നിലപാടെടുക്കുന്നു. നിഷ്പക്ഷം നിലപാട് 4% പേർ സ്വീകരിച്ചിരിക്കുന്നു. ഇന്നത്തെ പ്രൈം ഡിബേറ്റ് ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.